ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലീൻലി. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11/6/2025 RRB നടത്തിയ പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പാക് സ്ട്രൈറ്റ് ഈസ് ആൻ ഇൻലെറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ബേ ഓഫ് ബംഗാൾ, ഗൾഫ് ഓഫ് കമ്പത്ത്, അറേബ്യൻ സീ, പേർഷ്യൻ ഗൾഫ്. ഓക്കെ, പാക് സ്ട്രൈറ്റ് ഏത് സമുദ്രത്തിൻ്റെ ഇൻലെറ്റ് ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ബേ ഓഫ് ബംഗാൾ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ട്രൈറ്റ് ആണ് പാക് സ്ട്രൈറ്റ്. ഓക്കെ, ഇത് ബേ ഓഫ് ബംഗാളിനും ഇന്ത്യൻ ഓഷൻ്റെ ഇടയിലുള്ള ഒരു സ്ട്രൈറ്റ് ആണ്. ബേ ഓഫ് ബംഗാൾ ഇന്ത്യൻ ഓഷനിലേക്ക് ഒഴുകുന്ന ഒരു സ്ട്രൈറ്റ് ആണ് പാക് സ്ട്രൈറ്റ്. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സ്ട്രൈറ്റുകൾ നോക്കാം. സ്ട്രൈറ്റ് ഓഫ് മലാക്ക ആൻഡമാൻ സീക്കും സൗത്ത് ചൈന സീയുടെ ഇടയിൽ കിടക്കുന്ന സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് മലാക്ക. ഇന്തോനേഷ്യയുടെ മലേഷ്യയുടെ ഇടയ്ക്കാണ്. ലാൻഡ് ബേസ് നോക്കുകയാണെങ്കിൽ ലാൻഡ് മാസസ് ഇന്തോനേഷ്യയുടെ മലേഷ്യയുടെ ഇടയ്ക്കാണ് ആൻഡമാൻ സീയും സൗത്ത് ചൈന സീയും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആൻഡമാൻ സീ, ഇതാണ് നമ്മുടെ സൗത്ത് ചൈന സീ. ആൻഡമാൻ സീയുടെ സൗത്ത് ചൈന സീയുടെ ഇടയ്ക്ക് കിടക്കുന്ന ഈ സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് മലാക്ക. മലേഷ്യയുടെ ഇന്തോനേഷ്യയുടെ ഇടയ്ക്കാണ്. ഓക്കെ, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. നമുക്ക് അടുത്ത സ്ട്രൈറ്റ് നോക്കാം. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഇറാൻ്റെ അടുത്ത് കിടക്കുന്ന, ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. അത് പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയ്ക്കാണ്. ലാൻഡ് നോക്കുവാണെങ്കിൽ ഒമാൻ ആൻഡ് ഇറാൻ. ഇവിടെയാണ് ഇറാനും ഈ പിങ്ക് രാജ്യമാണ് ഒമാൻ. ഇറാനും ഒമാനും ഇടയ്ക്ക് കിടക്കുന്ന സ്ട്രൈറ്റ് ആണ്. ഇതാണ് ഹോർമൂസ് സ്ട്രൈറ്റ്. ഇതാണ് പേർഷ്യൻ ഗൾഫ് ആൻഡ് ദിസ് ഈസ് ഗൾഫ് ഓഫ് ഒമാൻ. ഗൾഫ് ഓഫ് ഒമാൻ ഇവിടെ വരും, പേർഷ്യൻ ഗൾഫ് ഇവിടെ വരും. ഇതാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. അറ്റ്ലാന്റിക് ഓഷനും മെഡിറ്ററേനിയൻ സീക്കും ഇടയിലാണ് കിടക്കുന്നത്. ആൻഡ് ലാൻഡ് മാസ് ആണെങ്കിൽ സ്പെയിൻ ആൻഡ് മൊറോക്കോ. ഇവിടെ സ്പെയിൻ ഉണ്ട്, ഇവിടെ ഗ്രീൻ ആണ് മൊറോക്കോ, ഇത് പിങ്ക് ആണ് സ്പെയിൻ. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ സ്ട്രൈറ്റ് ആണ് സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ഓക്കെ, മെഡിറ്ററേനിയൻ സീ ആണ് ഇത്, മെഡിറ്ററേനിയൻ സീ ആൻഡ് ഇത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ. നെക്സ്റ്റ് സ്ട്രൈറ്റ് ബോസ്ഫറസ് സ്ട്രൈറ്റ് ആണ്. ബ്ലാക്ക് സീക്കും സീ ഓഫ് മർമറയുടെ ഇടയ്ക്കാണ്. ഇസ്താൻബുളിനും തുർക്കിയുടെ ഇടയിൽ. നമുക്ക് നോക്കാം. ബോസ്ഫറസ് സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് തുർക്കി. ഈ തുർക്കിയുടെ ഈ ഇസ്താൻബുളിനും ഇടയ്ക്കായിട്ട് കിടക്കുന്ന സ്ട്രൈറ്റ് ആണ് ബോസ്ഫറസ് സ്ട്രൈറ്റ്. ബ്ലാക്ക് സീ എന്ന് പറയുമ്പോൾ ഇതാണ് സീ ഓഫ് മർമറ. ഓക്കെ, സീ ഓഫ് മർമറ ആൻഡ് ബ്ലാക്ക് സീ. സ്ട്രൈറ്റ് ഓഫ് മഗലൻ അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും ഇടയിലാണ്. സദേൺ ചിലിയിലായിട്ട് വരും. ഇവിടെയാണ് ചിലി വരുന്നത്. ഓക്കെ, ഈ ചിലിയിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത് മഗലൻ സ്ട്രൈറ്റ്. ഈ അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും ഇടയിലാണ് മഗലൻ സ്ട്രൈറ്റ്. ഇനി ബെറിങ് സ്ട്രൈറ്റ് ആർട്ടിക് ഓഷനും ബെറിങ് സീയുടെ ഇടയിലാണ്. റഷ്യയുടെ അലാസ്കയുടെ ഇടയിലായിട്ട് വരും. ഇതാണ് നമ്മുടെ അലാസ്ക ആൻഡ് ഇതാണ് നമ്മുടെ റഷ്യ. ഇത് നമ്മൾ ഗ്ലോബിൽ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് വരും? ഇവിടെ നമ്മുടെ റഷ്യ ഇങ്ങനെ വരും. സോ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ട്രൈറ്റ് ആണ് ബെറിങ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആർട്ടിക് ഓഷനും ആർട്ടിക് ഓഷൻ ഇവിടെ വരും, ബെറിങ് സീ ഇവിടെ വരും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ചാനലാണ് അടുത്ത സ്ട്രൈറ്റ്. അറ്റ്ലാന്റിക് ഓഷനും നോർത്ത് സീയുടെ ഇടയിലാണ് കിടക്കുന്നത്, ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിൽ. ഇവിടെ നമ്മുടെ ഫ്രാൻസ് ഉണ്ട്, ഇവിടെ നമ്മുടെ UK ഇംഗ്ലണ്ട് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഏത് ഇംഗ്ലീഷ് ചാനൽ വരുന്നത്. ഇവിടെ നമ്മളെ നോർത്ത് സീ ആൻഡ് ഇവിടെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ, ഇനി ബാബൽ മണ്ടേബ് റെഡ് സീയുടെയും ഗൾഫ് ഓഫ് ഈഡൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. ആൻഡ് ജിബോട്ടി ആൻഡ് യമൻ്റെ ഇടയ്ക്ക്. ബാബൽ മണ്ടേബ് എവിടെയാണ് നമുക്ക് നോക്കാം. ഇതാണ് യമൻ. ഈ പിങ്ക് ആണ് യമൻ, ഡാർക്ക് പിങ്ക്. ആൻഡ് ഇതാണ് ഏത് ജിബോട്ടി എന്ന് പറയുന്നത്. ഇതാണ് ജിബോട്ടിക്ക് യമൻ്റെ ഇടയ്ക്കാണ് ബാബൽ മണ്ടേബ് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെഡ് സീ, ഇതാണ് ഗൾഫ് ഓഫ് ഈഡനും റെഡ് സീയുടെ ഇടയിലാണ്. ഇവിടെ ആയിട്ട് വരും ഗൾഫ് ഓഫ് ഈഡൻ, ഇവിടെ റെഡ് സീ. ഇതാണ് ബാബൽ മണ്ടേബ് സ്ട്രൈറ്റ്. ഓക്കെ, ബാസ് സ്ട്രൈറ്റ് താൻസ്മാൻ സീയുടെ ഇന്ത്യൻ ഓഷൻ്റെ ഇടയിലാണ്. മെയിൻലാൻഡ് ഓസ്ട്രേലിയയുടെയും താൻസ്മാനിയയുടെ ഇടയിലാണ് ബാസ് സ്ട്രൈറ്റ്. ഓസ്ട്രേലിയ ഇവിടെ വരും, താൻസ്മാനിയൻ ദ്വീപ് ഇതാണ്. ഇതിന് രണ്ടിലെ ഇടയിലാണ് താൻസ്മാൻ സ്ട്രൈറ്റ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഓഷൻ്റെ റിമൈനിങ് ഭാഗമാണിത്. ഇന്ത്യൻ ഓഷനും പിന്നെ താൻസ്മാനിയൻ സീ ഇവിടെ ആയിട്ട് വരും. ഇതിൻ്റെ ഇടയിലാണ് താസ്മാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ബാസ് സ്ട്രൈറ്റ്, സോറി തസ്മാൻ സ്ട്രൈറ്റ് അല്ല, ബാസ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഏഷ്യ പസഫിക് റീജിയൻ നോക്കുകയാണെങ്കിൽ തായ്വാൻ സ്ട്രൈറ്റ് നമ്മുടെ സൗത്ത് ചൈന സീയുടെയും ഈസ്റ്റ് ചൈന സീയുടെ ഇടയ്ക്കായിട്ട് വരും, ചൈനയുടെയും തായ്വാൻ്റെ ഇടയ്ക്ക്. തായ്വാൻ സ്ട്രൈറ്റ് നമുക്ക് നോക്കാം. തായ്വാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് തായ്വാൻ, ഈ പിങ്കാണ് തായ്വാൻ ആൻഡ് ഇത് ചൈനയുടെ ഇടയ്ക്കാണ് തായ്വാൻ സ്ട്രൈറ്റ്. ഇത് സൗത്ത് ചൈന സീ ആൻഡ് ഇത് ഈസ്റ്റ് ചൈന സീ. ഓക്കെ. ഇനി സുണ്ട സ്ട്രൈറ്റ് ജാവ സീയുടെ ഇന്ത്യൻ ഓഷൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. ജാവ ആൻഡ് സുമാത്ര ഐലൻഡിൻ്റെ ഇടയിലായിട്ട് വരും. ഓക്കെ. ഇതാണ് ഈ നീണ്ടു കിടക്കുന്നതാണ് ജാവ ഐലൻഡ്, ഇതാണ് സുമാത്ര ഐലൻഡ്, ഇതാണ് സുണ്ട സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഓഷനും ജാവ സീയുടെ ഇടയിലായിട്ട് വരുന്ന സ്ട്രൈറ്റ് ആണ് ജാവ സ്ട്രൈറ്റ്. ഓക്കെ, സോറി സുണ്ട സ്ട്രൈറ്റ്. നെക്സ്റ്റ് ആണ് കൊറിയ സ്ട്രൈറ്റ് ഈസ്റ്റ് ചൈന സീയുടെ സീ ഓഫ് ജപ്പാൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്, സൗത്ത് കൊറിയയുടെയും ജപ്പാൻ്റെ ഇടയിലായിട്ട്. കൊറിയ സ്ട്രൈറ്റ് പറയുമ്പോൾ നമ്മൾ ഇതാണ് ജപ്പാൻ്റെ കൊറിയ, സൗത്ത് കൊറിയ, ഇത് ജപ്പാൻ, ഇതിൻ്റെ ഇടയിലാണ് ഏത് വരുന്നത്, കൊറിയ സ്ട്രൈറ്റ്. ഓക്കെ, സീ ഓഫ് ജപ്പാനും ഈസ്റ്റ് ചൈന സീ ആൻഡ് സീ ഓഫ് ജപ്പാൻ്റെ ഇടയിലായിട്ടാണ് കൊറിയ സ്ട്രൈറ്റ് വരുന്നത്. ഇനി സുഗാരു സ്ട്രൈറ്റ് എടുക്കുകയാണെങ്കിൽ സീ ഓഫ് ജപ്പാനും പസഫിക് ഓഷനും ഇടയിലാണ്. ഹോൺഷു ഹൊക്കാഡിയോ ജപ്പാനിലെ രണ്ട് പാർട്ടുകളാണ് ഹോൺഷു ആൻഡ് ഹൊക്കാഡിയോ, ഇതിൻ്റെ ഇടയിലാണ് സുഗാരു സ്ട്രൈറ്റ്. ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ, ഹൊക്കാഡിയോ എന്ന് പറയുന്നത് ഇതാണ്, ഹോൺഷു ഇത് ഫുള്ള് ജപ്പാനാണ്, ഈ യെല്ലോ ഫുള്ള് ജപ്പാനാണ്, ഹൊക്കാഡിയോ ഇതാണ് ഹോൺഷു, ഇതിൻ്റെ ഇടയ്ക്കാണ് ഏത് സ്ട്രൈറ്റ് വരുന്നത്, സുഗാരു സ്ട്രൈറ്റ്. ഇത് നമ്മുടെ ഈസ്റ്റ് ചൈന സീയും പസഫിക് ഓഷനെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്, പസഫിക് ആൻഡ് ഈസ്റ്റ് ചൈന സീ ഇവിടെ വരും, പസഫിക് ഓഷൻ ഇവിടെ വരും. ഓക്കെ, പസഫിക് ഓഷൻ്റെ ഇത് പസഫിക് ഓഷൻ ആണെങ്കിൽ ഈ ഭാഗത്ത് തന്നെ സീ ഓഫ് ജപ്പാൻ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് സുഗാരു ബിറ്റ്വീൻ ഈസ്റ്റ് ചൈന സീ ആൻഡ് സീ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നത്. ഈ ജപ്പാൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ഒരു പോർഷൻ സീ ഓഫ് ജപ്പാനാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അത് പസഫിക് ആവും. ഇനി അടുത്ത സ്ട്രൈറ്റ് ആണ് പാക് സ്ട്രൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് ബേ എന്ന് പറയും. ബേ ഓഫ് ബംഗാൾ നമ്മുടെ ഇന്ത്യൻ ഓഷനിലേക്ക് ഒഴുകുന്ന സ്ഥലം. ബാബൽ മണ്ടേബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൊസാംബിക് ചാനൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ തന്നെയാണ് കിടക്കുന്നത്, മൊസാംബിക്കിനും മഡഗാസ്കറിനും ഇടയിൽ. മഡഗാസ്കറാണ് ഈ ദ്വീപ്, ഈ ബ്ലൂ ദ്വീപാണ് മഡഗാസ്കർ, ഇത് മൊസാംബിക്കു, ഇതിൻ്റെ ഇടയിലാണ് ഇത് മൊസാംബിക്കു സ്ട്രൈറ്റ് വരുന്നത്. ഇത് രണ്ടും ഇന്ത്യൻ ഓഷൻ്റെ ഭാഗം തന്നെയാണ്. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഡാർഡനെല്ലസ് സ്ട്രൈറ്റ്, അത് സീ ഓഫ് മരാമരയും ഏഗൻ സീയുടെ ഇടയിലാണ്, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്, നോർത്ത് വെസ്റ്റേൺ തുർക്കിയിലായിട്ട് വരും. അപ്പോൾ ഡാർഡനെല്ലസ് സ്ട്രൈറ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഈ യെല്ലോ ആണ് തുർക്കി, ഇതിലെ നോർത്ത് വെസ്റ്റേൺ തുർക്കിയിൽ നമ്മളിവിടെ സീ ഓഫ് മരാമര അതുപോലെ തന്നെ ബ്ലാക്ക് സീയും പഠിച്ചു. സീ ഓഫ് മരാമരയുടെ ഇവിടെയാണ് ഏഗൻ സീ, ഇതിൻ്റെ ഇടയ്ക്കാണ് ഇത്, ഇവിടെ ആയിട്ട് വരും ഡാർഡനെല്ലസ് സ്ട്രൈറ്റ്. ഇത് ഏഗൻ സീ, ഇത് സീ ഓഫ് മരാമര. ഓക്കെ, അടുത്ത സ്ട്രൈറ്റ് നോക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഡോവർ ഇംഗ്ലീഷ് ചാനലിൽ നോർത്ത് സീയുടെ ഇടയിലാണ് കിടക്കുന്നത്, UK ഫ്രാൻസിൻ്റെ ഇടയിൽ തന്നെ. UK ഇവിടെ ആയിട്ട് വരും, ഫ്രാൻസ് ഇവിടെ ആയിട്ട് വരും. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ചാനലും നോർത്ത് സീയുടെ ഇടയ്ക്കാണ് ഏത് ഡോവർ സ്ട്രൈറ്റ് വരുന്നത്, സ്ട്രൈറ്റ് ഓഫ് ഡോവർ. നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനും നോർത്ത് സീക്കും ഇടയിലാണ് ഇംഗ്ലീഷ് ചാനൽ വരുന്നത്. ഈ ഇംഗ്ലീഷ് ചാനലിനെ നോർത്ത് സീയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് സ്ട്രൈറ്റ് ആണെന്ന് ചോദിച്ചാൽ അതാണ് സ്ട്രൈറ്റ് ഓഫ് ഡോവർ. ഇനി മെസ്സിന സ്ട്രൈറ്റ് ടൈർഹേനിയൻ സീയുടെ അയോണിയൻ സീയുടെ ഇടയ്ക്കായിട്ട് വരും, ഇറ്റലിയുടെ സിസിലിയുടെ ഇടയ്ക്ക്. നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ ഇറ്റലി, ഈ ബ്ലൂ ആണ് ഇറ്റലി, ഈ ചെറിയ പാർട്ടാണ് ഇതിൻ്റെ സിസിലി, ഇത് രണ്ടും ഇറ്റലിയുടെ ഭാഗം തന്നെ. ഇറ്റലിയുടെ സിസിലിയുടെ ഇടയ്ക്കാണ് ഏത് മെസ്സിന സ്ട്രൈറ്റ്. ഇവിടെ നമ്മുടെ അയോണിയൻ സീയും വരും, ഇവിടെ നമ്മുടെ ടൈറേനിയൻ സീ ഇവിടെ വരും, ഇതാണ് നമ്മുടെ അയോണിയൻ സീ ഇവിടെ, ടെറേനിയൻ സീ പുറത്ത്. ഓക്കെ, ഇനി ഒൺട്രാറ്റോ സ്ട്രൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് അഡ്രിയാറ്റിക് സീയുടെ അയോണിയൻ സീയുടെ ഇടയിലാണ് വരുന്നത്, ഇറ്റലിയുടെ അൽബേനിയയുടെ ഇടയിൽ. ഓക്കെ, ഒൺട്രാറ്റിയോ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റലി ഇതാണ്, ഞാനൊന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് എഴുതാം. ഒൺട്രാറ്റിയോ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റലി ഇതാണ്. ഓക്കെ, അൽബേനിയ ഈ കുഞ്ഞ് രാജ്യമാണ്, ഈ മാർക്ക് ചെയ്ത കുഞ്ഞാണ് അൽബേനിയ, ഇതിൻ്റെ ഇടയിലാണ് ഒൺട്രാറ്റിയോ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇതാണ് ഏത് അയോണിയൻ സീ, ഇത് നമ്മുടെ ടൈർഹേനിയൻ സീ, ഇതാണ് അഡ്രിയാറ്റിക് സീ.
ഓക്കെ, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന അഡ്രിയാറ്റിക് സീയും അയോണിയൻ സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഏത്? ഒണ്ടാരിയോ സ്ട്രൈറ്റ്. അയോണിയൻ സീയെ ടൈർഹേനിയൻ സീയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇവിടെ കിടക്കുന്ന സ്ട്രൈറ്റ് ആണ് നേരത്തെ നമ്മൾ പഠിച്ച മെസ്സിന സ്ട്രൈറ്റ്. ഓക്കെ, ഇനി ഫ്ലോറിഡ സ്ട്രൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയും അറ്റ്ലാന്റിക് ഓഷനെയാണ് കണക്ട് ചെയ്യുന്നത് ഫ്ലോറിഡയുടെ ക്യൂബയുടെ ഇടയ്ക്ക്. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ അതാ ഈ പാർട്ടാണ്, ഈ നീണ്ടു കിടക്കുന്നതാണ് ക്യൂബ. ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ, ഇതാണ് അറ്റ്ലാന്റിക് ഓഷൻ, ഇതാണ് ഫ്ലോറിഡ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോറിഡ സ്ട്രൈറ്റ്, ഗൾഫ് ഓഫ് മെക്സിക്കോ ഇവിടെ വരും, അറ്റ്ലാന്റിക് ഓഷൻ ഇവിടെ വരും. ഇനി യുക്കാത്താൻ സ്ട്രൈറ്റ് എടുക്കുകയാണെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയും കരീബിയൻ സീയാണ് കണക്ട് ചെയ്യുന്നത്. മെക്സിക്കോയുടെ ക്യൂബയുടെ ഇടയ്ക്കായിട്ട് വരും. മെക്സിക്കോ ഇതാണ് മെക്സിക്കോ. ക്യൂബ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതായി നീണ്ടു കിടക്കുന്നതാണ് ക്യൂബ. ഈ മെക്സിക്കോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ സ്ട്രൈറ്റ് ആണ് ഇത് യുക്കാത്താൻ സ്ട്രൈറ്റ്. ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ ആൻഡ് ഇത് കരീബിയൻ സീ. ഇനി ഡാവിസ് സ്ട്രൈറ്റ് ആണെങ്കിൽ ബാഫിൻ ബേയും ലാബ്രഡോർ സീയാണ് കണക്ട് ചെയ്യുന്നത്. ഗ്രീൻലാൻഡും കാനഡയുടെ ഇടയിലായിട്ട് കിടക്കും. ഗ്രീൻലാൻഡ് ഇതാണ് ഗ്രീൻലാൻഡ്, ഇതാണ് നമ്മുടെ കാനഡ. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഇതാണ് സ്ട്രൈറ്റ് ആണ് ഏത്? ബാഫിൻ സ്ട്രൈറ്റ്. സോ ബാഫിൻ സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാഫിൻ ബേയുടെ മേളിൽ ബാഫിൻ ബേ വരും, ഇവിടെ ലാബ്രഡോർ സ്ട്രൈറ്റ് വരും. ഓക്കെ, അതാണ് ബാഫിൻ സ്ട്രൈറ്റിൽ ഡാവിസ് സ്ട്രൈറ്റ് പറഞ്ഞ മാറിയതാണ്. സ്ട്രൈറ്റിൻ്റെ പേര് ഡാവിസ് എന്നാണ്, ഡാവിസ് സ്ട്രൈറ്റ്. ബാഫിൻ ബേയും പിന്നെ നമ്മുടെ ലാബ്രഡോർ സീയും തമ്മിൽ കണക്ട് ചെയ്യും ബിറ്റ്വീൻ ഗ്രീൻലാൻഡ് ആൻഡ് കാനഡ. സോ ഇത്രയാണ് നമ്മുടെ സ്ട്രൈറ്റുകൾ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് കൺട്രി അസ്യൂംഡ് ദ പ്രസിഡൻസി ഓഫ് ബ്രിക്സ് ഇൻ ജാനുവരി 2025? കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രസിഡൻസി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഓക്കെ, ബ്രസീലിലെ ബെലത്തിൽ വെച്ചാണ്, ബ്രസീലിലെ ബെലമിൽ വെച്ചാണ് എന്ത് നടന്നത്? ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ, ഇനി 2025 ബ്രിക്സ് ഉച്ചകോടിയെ പറ്റിയാണ് പറഞ്ഞത്. 2026 നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ബ്രിക്സ് ചെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 18th ബ്രിക്സ് സമ്മിറ്റ് ആണ്. 17th എവിടെ നടന്നത്? ബ്രസീലിൽ വെച്ച് നടന്നത്. 18th നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇനി അതിൻ്റെ തീം എന്ന് പറയുന്നത് ബ്രിക്സ് തന്നെയാണ്. ബിൽഡിംഗ് ഫോർ റിസൈലൻസ്, ഇന്നോവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ബ്രിക്സ്, ബിൽഡിംഗ് ഫോർ റിസൈലൻസ്, ഇന്നോവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തത് ആരാണ്? എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ എസ് ജയശങ്കർ ആണ്. അദ്ദേഹം ലോഗോയും വെബ്സൈറ്റും ലോഞ്ച് ചെയ്തു. പിന്നെ ചെയർമാൻ ആവുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇവിടെ വെച്ചാണ് ബ്രിക്സ് ഷെപ്പാസ് മീറ്റിംഗ്, ഫസ്റ്റ് ബ്രിക്സ് ഷെപ്പാസ് മീറ്റിംഗ് ഇന്ത്യൻ പ്രസിഡൻസിയിൽ നടക്കാൻ പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ന്യൂഡൽഹിയിൽ ഫെബ്രുവരിയിലായിരിക്കും നടക്കുന്നത്. ഫെബ്രുവരിയിൽ നടന്നതാണ്. ഓക്കെ, ഇനി ഒറിജിനൽ ബ്രിക്സ് കൺട്രികൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ബ്രിക്സ് ഫസ്റ്റ് ലെറ്റർ തന്നെയാണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ബ്രിക്സ് എന്ന് വെച്ചാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇനി ന്യൂ മെമ്പേഴ്സ് 2027 മുതൽ 2025 വരെ നോക്കുമ്പം ആ ഒരു കാലഘട്ടത്തിൽ പുതിയ ജോയിൻ ആയ എല്ലാ മെമ്പേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ജാനുവരി 2025 ഇന്തോനേഷ്യയും ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഡസ് സെറ്റിംഗ് എ പേജ് ബ്രേക്ക് ഇൻ MS Excel 365 അലൗ യു ടു കൺട്രോൾ? കമ്പ്യൂട്ടർ എന്നുള്ളൊരു ചോദ്യമാണ്. MS Excel 365 പേജ് ബ്രേക്ക് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ലൈക്ക് അത് എന്തിനാണെന്നാണ് ചോദ്യം. വേർ ഹെഡേഴ്സ് അപ്പിയർ ഓൺ ഈച്ച് പേജിൽ ഹെഡർ അപ്പിയർ ആണെങ്കിൽ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതല്ല. ദ മാക്സിമം സൈസ് ഓഫ് പ്രിന്റബിൾ മാർജിൻസ്, അതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പ്രിന്റബിൾ മാർജിൻ സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? മാർജിൻസ് ഓപ്ഷൻ ഉണ്ട്. ഇനി വേർ ദ വർക്ക് ഷീറ്റ് സ്പ്ലിറ്റ്സ് അക്രോസ് ദ പ്രിന്റഡ് പേജ്, വെദർ ഫോർമുലാസ് ആർ റീകാൽക്കുലേറ്റഡ് ബിഫോർ പ്രിന്റിങ്. ഫോർമുലാസ് റീകാൽക്കുലേറ്റ് ചെയ്യല്ല. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് വേർ ദ വർക്ക് ഷീറ്റ് സ്പ്ലിറ്റ്സ് അക്രോസ് പ്രിന്റഡ് പേജ് ആണ്. അതായത് ഇപ്പം നമ്മളൊരു വർക്ക് ഷീറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന എക്സലിൽ നമുക്കത് പ്രിന്റ് ചെയ്യണം. പക്ഷേ ആ ഹോൾ വർക്ക് ഷീറ്റ് നമുക്ക് ഒറ്റ പേജിൽ പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേജ് ബ്രേക്ക് ചെയ്യും. പേജ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് പല പല പേജിലായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതിനാണ് പേജ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈറ്റിൽസ് പ്രിന്റ് ചെയ്യാൻ ഹെഡർ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പ്രിന്റ് ടൈറ്റിൽസ് ആണ് ഫസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ PDF എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ പേജിൻ്റെ മുകളിലായിട്ട് ഹെഡർ കാണിക്കണമെങ്കിൽ നമ്മൾ പ്രിന്റ് ടൈറ്റിൽസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീസ് പെയിൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
വിസിബിൾ ആവാനുള്ള ഹെഡേഴ്സ് ആണ്. അത് നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഹെഡേഴ്സ് വിസിബിൾ ആവും. നമുക്ക് ഓൺ സ്ക്രീൻ നാവിഗേഷൻ നടത്താനായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനാണ്. പക്ഷേ അത് ഒരിക്കലും പ്രിൻറ്റ് ചെയ്യുമ്പോൾ പ്രിൻറ്റഡ് ആയിട്ട് വരത്തില്ല. ഓക്കെ. ഇനി MS Excelൽ മാർജിൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പേജിലോട്ട് പോവുക, മാർജിൻസിലേക്ക് പോകുക. ഇനി റീകാൽക്കുലേറ്റ് ബിഫോർ പ്രിൻറ്റിങ്, നമ്മൾ ഓപ്ഷനിൽ റീകാൽക്കുലേറ്റ് ബിഫോർ പ്രിൻറ്റിങ് എന്ന് ഒരു ഇത് കിടപ്പുണ്ടായിരുന്നു ഈ 4ാമത്തെ ഓപ്ഷൻ. പക്ഷെ അങ്ങനെ ഒരു പരിപാടി MS Excelൽ ഇല്ല. ഓക്കെ. റീകാൽക്കുലേറ്റ് ബിഫോർ പ്രിൻറ്റിങ് എന്നൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ നമുക്ക് റീകാൽക്കുലേറ്റ് വർക്ക് ബിഫോർ സേവിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വെറും F9 മാത്രം ഞെക്കുവാണെങ്കിൽ ഒരു ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ വർക്ക് ബുക്കിലെയും ചേഞ്ച് ചെയ്യപ്പെട്ട എല്ലാ ഫോർമുലാസും ഒന്നുകൂടെ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. ചേഞ്ച് ചെയ്തതിന് ശേഷം ഫോർമുലാസ് ഏതെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ F9 ഞെക്കുവാണെങ്കിൽ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ വർക്ക് ബുക്കിലെയും ഫോർമുലാസ് റീകാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഇനി ഷിഫ്റ്റ് F9 ആണ് നമ്മൾ ഞെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആക്റ്റീവായിട്ടിരിക്കുന്ന വർക്ക് ഷീറ്റിലെ ഫോർമുലാസ് മാത്രം എന്ത് ചെയ്യും? റീകാൽക്കുലേറ്റ് ചെയ്യും. കൺട്രോൾ ആൾട്ട് F9 ആണ് നമ്മൾ ഞെക്കുന്നതെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തതും ഈവൻ ഇഫ് ദേ ഹാവ് ബീൻ ചേഞ്ച്ഡ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ഫോർമുലാസും ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ വർക്ക് ബുക്കിലെ എല്ലാ ഫോർമുലാസും ഒന്ന് ഫുൾ റീകാൽക്കുലേഷൻ ചെയ്യാനാണ് കൺട്രോൾ ആൾട്ട് F9 നമ്മൾ ഞെക്കുന്നത്. ഓക്കെ. In March 2025, India successfully tested a high-energy laser-directed weapon system, becoming the 4th nation globally to achieve this feat. Which countries had previously developed such system? Okay. നമ്മുടെ ഇന്ത്യ 2025 മാർച്ചിൽ ഒരു ഹൈ എനർജി ലേസർ ഡയറക്റ്റഡ് വെപ്പൺ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഏതൊക്കെ രാജ്യങ്ങളാണ് അത് ഉണ്ടാക്കിയെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ 4th നേഷൻ ഗ്ലോബലിയാണ്. അപ്പം ആദ്യത്തെ 3 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് USA, റഷ്യ ആൻഡ് ചൈനയാണ്. അതിനെപ്പറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ അന്ന് ഡെവലപ്പ് ചെയ്ത ആ ഒരു സിസ്റ്റമാണ് സഹസ്ത്ര ശക്തി എന്ന് പറയുന്നത്. അതായത് അതൊരു മാർക്ക് 2 ഡ്യൂ സിസ്റ്റമാണ്. ഡ്യൂ എന്ന് വെച്ചാൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റമാണ്. അത് വെച്ചിട്ട് നമുക്ക് 5 കിലോമീറ്റർ റേഞ്ചിലുള്ള ഡ്രോൺസിനെയൊക്കെ നമുക്ക് ലേസർ യൂസ് ചെയ്ത് അടിച്ചിടാൻ പറ്റും. ഇനി അത് ഡെവലപ്പ് ചെയ്ത ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ DRDOയുടെ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ്, ഓക്കെ, ചെസ് എന്ന് പറയും. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ. US-ഉം റഷ്യയും ചൈനയും നേരത്തെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളത് 4ാമതാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് 30 kW ഹൈ എനർജി ലേസറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് നിലവിലത്തെ കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് ഡിഫൻസ് ന്യൂസസ് നോക്കാം. 2026 ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ 114 റാഫേൽ ഫൈറ്റർ ജെറ്റ്സിന് വേണ്ടിയിട്ട് ഒരു മാസീവ് ഡീൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ പ്രോജക്റ്റ് 75I സബ്മറൈനിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തു? ക്യാബിനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ മാസീവ് ഇൻ്റലിജൻസ് പുഷ് നടന്നു. എവിടെയാണ്? നമ്മുടെ 2025 ലേറ്റ് നോക്കുവാണെങ്കിൽ ലേറ്റ് 2025 1.84 lakh crore 1.84 ലക്ഷം കോടിയുടെ ഗ്രാൻഡാണ് നമ്മുടെ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നാഗ് മിസൈൽ സിസ്റ്റം, മാർക്ക് 2 നാഗ് മിസൈൽ സിസ്റ്റംസ്, പിന്നെ ലോയിറ്റർ മ്യൂനേഷൻസ്, ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്സ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.84 ലക്ഷം കോടി രൂപയാണ് ഗ്രാൻഡ് കിട്ടിയിരിക്കുന്നത്. ഈ ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ പിനക സിസ്റ്റം എന്ന് പറഞ്ഞ നമുക്കൊരു സിസ്റ്റമുണ്ട്. അതായത് ഒരു 1500 കിലോമീറ്റർ പരിധിയിൽ ഉള്ള വരുന്ന മിസൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡ്രോൺസ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിടുന്ന ഒരു ഇതാണ്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ. 1500 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി. ഓക്കെ. ഇനി നേവൽ ന്യൂസസ് നോക്കുവാണെങ്കിൽ നേവി കറൻ്റ്ലി 54 ഷിപ്സും സബ്മറൈൻസും ഇൻഡിജിനസ്ലി ലൈക്ക് ആത്മനിർഭറാണ് നോക്കുന്നത്. അതായത് സെൽഫ് റിലയൻ്റ് ആവണം. 2047 കൂടി ആത്മനിർഭർ ആവാൻ വേണ്ടിയിട്ട് 100% ആത്മനിർഭർ ആവാൻ വേണ്ടിയിട്ട് 54 ഷിപ്സ് ആൻഡ് സബ്മറൈൻസ് കറൻ്റ്ലി കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് നേവി. ഇനി പ്രളയ മിസൈലിൻ്റെ സക്സസ്ഫുൾ ലോഞ്ച്, സാൽവോ ലോഞ്ച് എവിടെ നടന്നു? ഡിസംബർ 31, 2025 നടന്നു. സോ അത് ഒരു 2 മിസൈൽ ക്വിക്ക് സക്സഷനാണ്. അതായത് ഒരു മിസൈലിന് തൊട്ട് പിന്നാലെ അടുത്തത് 2 ഒരുമിച്ച് പോകും. ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഒരുമിച്ച് ക്വിക്കായിട്ട് പോകുന്നൊരു സിസ്റ്റമാണ് പ്രളയ മിസൈൽ സിസ്റ്റം. ഇനി പിന്നക മൾട്ടി റോക്കറ്റ് ലോഞ്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു. ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റാണ് LRGR 120. 1500 അല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 120 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. 120 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. അതിൻ്റെ മെയ്ഡൻ സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ്
8 ഡിസംബർ 2025 നടന്നു. ഓക്കെ, 120 കിലോമീറ്റർ ആണ് റേഞ്ച്. പറഞ്ഞപ്പോൾ തെറ്റിയതാണ്, 120 കിലോമീറ്റർ ആണ് റേഞ്ച്. ഇനി ഹൈപ്പർസോണിക് കേപ്പബിലിറ്റി നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇൻഡിജിനസ്ലി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ എന്ത് ചെയ്തു, 2026 റിപ്പബ്ലിക് ഡേയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് നമുക്ക് 1500 കിലോമീറ്റർ ദൂരമുള്ള ടാർഗറ്റ് വരെ ഇൻ്റർസെപ്റ്റ് ചെയ്തിടാൻ പറ്റുന്നത്. അതിനാണ്. ഓക്കെ, ഏതാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലിനാണ് 1500 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിടാൻ പറ്റുന്നത്. ഇനി ആകാശ് എൻജിയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇവാലുവേഷൻ ട്രയൽസ് നടന്നിട്ടുണ്ട് ഡിസംബറിൽ. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലോ ആൾട്ടിറ്റ്യൂഡ് ഹൈ സ്പീഡ് ത്രെറ്റുകളെ കൗണ്ടർ ചെയ്യാനുള്ള ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു സിസ്റ്റമാണ്. ഓക്കെ, ആകാശ് എൻജി. ഇനി INS താരഗിരി സ്റ്റെൽത്ത് ഫ്രൈറ്റ് ആയിട്ടുള്ള പ്രോജക്ട് 17A പെടുന്ന INS താരഗിരി ഏപ്രിൽ 3, 2026 കൂടി കമ്മീഷൻ ചെയ്യുന്നതാണ്. അത് 75% നമ്മളെ ഇന്ത്യയുടെ കണ്ടന്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. INS അരിതമാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 3ാമത്തെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനാണ്. അത് 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ എന്ത് ചെയ്യും, കമ്മീഷൻ ചെയ്യും. തേജസ് മാർക്ക് 1 നോക്കുവാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നമ്മുടെ ഹാള് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആദ്യ ബാച്ച് 5 ജെറ്റുകൾ അടങ്ങുന്ന ആദ്യ ബാച്ച് ഇന്ത്യൻ എയർഫോഴ്സിന് മാർച്ച് 2026 കൂടി എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യും തേജസിന്. ഇനി C-295 എയർക്രാഫ്റ്റ് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്. സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റാണ്. അത് വഡോദരയിൽ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് എക്കണോമിക് ആയിട്ടുള്ള എക്സ്പോർട്ട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ 2025 24,000 കോടിയായിരുന്നു നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട്. പക്ഷേ അത് 2026 ആയപ്പം 29,000 കോടിയായി ഉയർന്നു. 5,000 കോടിയുടെ ഇൻക്രീസ് നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 23% ഡിഫൻസ് പ്രൊഡക്ഷനും നടത്തുന്ന ആരാണ്, പ്രൈവറ്റ് സെക്ടേഴ്സാണ്. അതെന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ നമ്മൾ 24-25 ഫിസിക്കൽ ഇയർ നോക്കുകയാണെങ്കിൽ 1.51 ലക്ഷം കോടി രൂപയുടെ 1.51 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളാണ് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ഡിഫൻസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ആസാമിലും 2 സ്ഥലത്തും ഓരോ ഡിഫൻസ് കോറിഡോർ വീതം തുടങ്ങിയിട്ടുണ്ട്. വിച്ച് നാവിഗേഷൻ സാറ്റലൈറ്റ് ഡിഡ് ഇന്ത്യ ലോഞ്ച് ഇൻ January 2025 ടു എൻഹാൻസ് ദ NAV-IC സിസ്റ്റം? ഓക്കെ, അതായത് നാവിഗേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ 2025 ജനുവരിയിൽ അയച്ച സാറ്റലൈറ്റ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാണ്. ഏത്? നാവിഗേഷൻ സാറ്റലൈറ്റ് 02 നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, നാവിഗേഷൻ സാറ്റലൈറ്റ് 02 അയച്ചത് GSLV F-15. ഓക്കെ, F-15 റോക്കറ്റിലാണ്, GSLV F-15 റോക്കറ്റിലാണ് നാവിഗേഷൻ സാറ്റലൈറ്റ് 02 അയച്ചത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിൻ്റെയും ഐലൻഡ്സിൻ്റെയൊക്കെ തമ്മിലുള്ളയും അല്ലാതെയൊക്കെ ആയിട്ടുള്ള നാവിഗേഷൻ കാര്യങ്ങൾ കൂടുതൽ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അയച്ചൊരു സാറ്റലൈറ്റാണ്. സമന്ത ബെൻസിൽസ് നോവൽ സെറ്റ് ഇൻ ദ പ്രീ കൊളോണിയൽ ഫിലിപ്പീൻസ് ഇസ് ടൈറ്റിൽഡ്. എന്താണ് സമന്ത ബെൻസിലിൻ്റെ പ്രീ കൊളോണിയൽ ഫിലിപ്പീൻസിൽ സെറ്റ് ചെയ്ത നോവലിൻ്റെ ടൈറ്റിൽ എന്ന് നോക്കുകയാണെങ്കിൽ ആൻസർ ബ്ലാക്ക് സാൾട്ട് ക്യൂൺ ആണ്. ഓക്കെ, ബ്ലാക്ക് സാൾട്ട് ക്യൂൺ ആണ് ആൻസർ. ഈ സമന്ത ബെൻസിൽ ഒരു ഫിലിപ്പിനോ അമേരിക്കൻ റൈറ്ററാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ബുക്കുകൾ നോക്കാം. ഇപ്പം ഈയിടെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ദ ലോൺലെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇതെന്ന് പറയുന്ന കിരൺ ദേശായി എഴുതിയ ഒരു US മൈഗ്രേറ്റ് ചെയ്യുന്ന സോണിയ ആൻഡ് സണ്ണി, അങ്ങനെ 2 പേരുടെ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. കിരൺ ദേശായാണ് എഴുതിയത്, ഓർത്ത് വയ്ക്കുക. ദ ലോൺലെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇനി ദ 11th അവർ എ ക്വിൻറ്റന്റ് ഓഫ് സ്റ്റോറീസ്, സൽമാൻ റുഷ്ദി എഴുതിയ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് കളക്ഷനാണ് ദ 11th അവർ എ ക്വിൻറ്റന്റ് ഓഫ് സ്റ്റോറീസ്. ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ് ദ ലാസ്റ്റ് ഓഫ് എർത്ത്. ദീപ ആനപ്പാറയാണ് എഴുതിയത്. അത് നമ്മുടെ ടിബറ്റിലെ പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടിബറ്റിലെ പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്. 19th സെഞ്ച്വറിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചോള ടൈഗേഴ്സ് ദ അവഞ്ചേഴ്സ് ഓഫ് സോംനാഥ് എഴുതിയത് അമീഷ് ത്രിപാഠി. ഇതെന്ന് പറയുന്ന രാജേന്ദ്ര ചോളയുടെ റെയിനിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ റൂളിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള മിത്തോളജിക്കൽ സ്റ്റോറിയാണ്. ഇനി ബുക്ക് ഓഫ് കില്ലിങ്സ് അമിത് മജുംദാർ എഴുതിയ ബുക്കാണ്. മഹാഭാരത ട്രിലോഗി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ് ബുക്ക് ഓഫ് കില്ലിങ്സ്.
മദർ മേരി കംസ് ടു മീ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, മദർ മേരി കംസ് ടു മീ ഇത് അരുന്ധതി റോയ് എഴുതിയ ബുക്കാണ്. ഒരു മെമ്മോയറാണ്. എന്താണ് അരുന്ധതി റോയും അരുന്ധതി റോയുടെ അമ്മയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എഴുതിയത് നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ്. ഓക്കെ, കറണ്ട് ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് നമ്മുടെ കറണ്ട് ചീഫ് ജസ്റ്റിസ്. DY ചന്ദ്രചൂഡ് നമ്മുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഈ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആരുടെയാണെന്ന് നോക്കുവാണെങ്കിൽ മനോജ് മുകുന്ദ് നരവാണെ, നമ്മുടെ ഫോർമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് മനോജ് മുകുന്ദ് നരവാണെ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. അടൽ ബിഹാരി വാജ്പേയി ദ എറ്റേണൽ സ്റ്റേറ്റ്സ്മാൻ എഴുതിയത് വിജയ് ഗോയലാണ്. ആൻഡ് അത് റിലീസ് ചെയ്തത് CP രാധാകൃഷ്ണൻ, നമ്മുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണനാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇനി ഹെഡ് ലാമ്പ് പല ക്വസ്റ്റ്യൻസിലും ഓൾറെഡി ചോദിച്ചതാണ്. ഹെഡ് ലാമ്പ് എഴുതിയത് ബാനി മുഷ്താഖാണ്. അതിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഓഫ് 2025 കിട്ടിയിട്ടുണ്ട്. വിന്നർ ഓഫ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ആണ് ബാനി മുഷ്താഖ് എഴുതിയ ഹാർട്ട് ലാമ്പ്. ഇൻ ദ 2024 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് വിച്ച് ഓർഗനൈസേഷൻ റാങ്ക്ഡ് ഇന്ത്യ 39th among 133 global economies, highlighting its leadership in the Central and Southern Asian region. 2024 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 39ാം സ്ഥാനം കൊടുത്ത അത് ഏത് ഏജൻസിയാണെന്നാണ് ചോദ്യം, ഏത് ഓർഗനൈസേഷനാണെന്ന് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വന്നിട്ട് നമ്മുടെ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. 139 എക്കണോമീസാണ് അവർ നോക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ലാസ്റ്റ് തവണ നോക്കിയത്, അതായത് ഇതിനകത്ത് 2024 133 ഗ്ലോബൽ എക്കണോമിയാണ് നോക്കിയത്. ഇന്ത്യയുടെ റാങ്ക് 39 ഇപ്പോൾ കറണ്ടായിട്ട് നോക്കുകയാണെങ്കിൽ 2025 റിലീസായപ്പം അത് 38 വീണ്ടും ഉയർന്നിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. 39 റാങ്കിൽ നിന്ന് 38 വന്നിട്ടുണ്ട്. 2015 81 റാങ്കായിരുന്നു നമ്മുടെ റാങ്ക്. ഓക്കെ, ഇപ്പോൾ കറൻ്റ് 38. ഇനി വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. എസ്റ്റാബ്ലിഷ് ആയത് 1967 UN ഏജൻസി ആകുന്നത് 1974. മെമ്പർ സ്റ്റേറ്റ്സ് 194 കൺട്രീസാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനുള്ളത്. ലീഡർഷിപ്പ് വഹിക്കുന്നത് സിംഗപ്പൂർകാരനായ ഡാരൻ താങ് ആണ്. ഓക്കെ, കറണ്ട് ഡയറക്ടർ ജനറലാണ് ഡാരൻ താങ്. പ്രധാനപ്പെട്ട നമ്മുടെ കുറച്ച് ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ജാനുവരിയിലാണ് റിലീസായത്. ഇന്ത്യയുടെ റാങ്ക് 75th ആണ്. റിലീസ് ആക്കുന്നത് ആരാണ്? ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഈ റിപ്പോർട്ടും ഇന്ത്യയുടെ റാങ്കും പിന്നെ ഓർഗനൈസേഷനും ഒന്നറിഞ്ഞിരിക്കണം പ്രധാനമായിട്ട്. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 75th റാങ്കാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. അത് പഠിക്കാനൊരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാസ്പോർട്ടിലാണെങ്കിൽ 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 - 1 ആണ് 7. അതുപോലെ ഹെൻലിയിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 - 1 ആണ് 5. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെയൊക്കെ ഇത് പഠിക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വളഞ്ഞ വഴി യൂസ് ചെയ്ത് പഠിക്കാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ഗ്ലോബൽ സോഫ്റ്റ് പവർ ഇൻഡെക്സ് ആണെങ്കിൽ 32 ആണ് ഇന്ത്യയുടെ റാങ്ക്. റിലീസ് ചെയ്യുന്നത് ബ്രാൻഡ് ഫൈനാൻസ് ആണ്. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഇത് യൂസ് ചെയ്യാം. പവറിലാണെങ്കിൽ പവറല്ല, സോഫ്റ്റിൽ 1 2 3 4 ലെറ്റേഴ്സ് ഉണ്ട്. 4 - 1 ആണ് 3. അതുപോലെ നമ്മൾ 4 - 2 ആണ് 2, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണ്, അങ്ങനെ ആലോചിച്ചാലും മതി. POWER. ഓക്കെ, POWER എടുത്താൽ പറ്റത്തില്ല, ഗ്ലോബൽ സോഫ്റ്റ് എടുത്താൽ മതി. ഗ്ലോബൽ സോഫ്റ്റ് എടുത്ത് നോക്കും. GLOBAL ഗ്ലോബൽ, ഇതിൽ 6 ലെറ്റർ ഉണ്ട്. 4 ലെറ്ററിൻ്റെ പകുതി എടുത്താൽ 3. അതുപോലെ സോഫ്റ്റിൽ 4 ലെറ്റർ ഉണ്ട്. 4 ലെറ്ററിൻ്റെ പകുതി എടുത്താൽ 2. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കുക. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ 91 ആണ് റാങ്ക്. റിലീസ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും പഠിക്കേണ്ടി വരും. CORRUPTION, ഐ മാത്രം അങ്ങ് ഒഴിവാക്കുക. ഐയെ നമ്മൾ ഒന്നായിട്ട് കാണുക. ബാക്കി കറപ്ഷനിലെ ലെറ്റേഴ്സ് എല്ലാം കൂടെ 9 ലെറ്റേഴ്സ് ഉണ്ട്. സോ അത് 91. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ആണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് 38 ആണ്. റിലീസ് ചെയ്യുന്ന ആരാണ്? നമ്മളിപ്പോൾ നോക്കി, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണെങ്കിൽ 102. ഇതെങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ 100 കൂട്ടം പലഹാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇപ്പോൾ ചിലപ്പോഴൊക്കെ. അപ്പോൾ ഈ 100 കൂട്ടം പലഹാരം എന്നുള്ളതിൽ അതാണ് അത് 100ഉം 102 ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. 102 ആണ്
ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് റിലീസ് ചെയ്യുന്നത് വെൽത്ത് ഹങ്കർ ഹിൽഫെ എന്ന് പറയുന്നത്. അതൊരു ജർമ്മൻ വാക്കാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അവരാണത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 10 ആണ്. ഓക്കെ, 10. ജർമ്മൻ വാച്ചാണത് റിലീസ് ചെയ്യുന്നത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 131 ആണ്. ഇതിൽ നോക്കിയാൽ മതി, 1-1 ഇടയ്ക്ക് കിടക്കുന്ന ഗ്യാപ്പിലാണ് 3 ഉള്ളത്. ഓക്കെ, ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 3 ലെറ്റർ വേർഡാണ്. സോ 1-1 ഇടയ്ക്ക് കിടക്കുന്ന ഗ്യാപ്പിലാണ് 3 ഉള്ളത്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് റിലീസ് ചെയ്യുന്നത്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ അഗെയിൻ 151 ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അതിൽ എന്താണ് 1-1 ഇടയ്ക്ക് 5 ആണ് കിടക്കുന്നത്. 5 എന്ന് പറയുന്ന പ്രസ്സിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ 1-1 ഇടയ്ക്ക് 5 ആണ്. ഇത് റിലീസ് ചെയ്യുന്ന ആരാണ്? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അത് അത്രയാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ്റ്ററി എന്നാണ്. വിച്ച് ലീഡർ കൊളാബറേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി ഡ്യൂറിംഗ് ദ കേദ സത്യാഗ്രഹ ഇൻ 1918? ഓക്കെ, 1918 കേദ സത്യാഗ്രഹയിൽ മഹാത്മാഗാന്ധിയെ കൊളാബറേറ്റ് ചെയ്തത് ഏത് ലീഡറാണ്? നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അതായത് കേദ സത്യാഗ്രഹ 1918 കേദ സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ആദ്യത്തെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, 1917 ചമ്പാരൻ സത്യാഗ്രഹയാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ തന്നെ 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്കാണ് 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അതുപോലെ 1918 തന്നെ കേദ സത്യാഗ്രഹയാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. ഈ ചമ്പാരൻ സത്യാഗ്രഹയിൽ മഹാത്മാഗാന്ധിയെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണ് രാജ്കുമാർ ശുക്ല. ഓക്കെ, അതിവിടെ ഓപ്ഷനിലുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. രാജ്കുമാർ ശുക്ല അല്ല അപ്പോൾ ഇതിൻ്റെ ഉത്തരം. നമുക്ക് നോക്കാം. ലൊക്കേഷൻ കേദ, ഗുജറാത്തിലെ കേദയാണ്. 1918 ടൈം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൗട്ട്, അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി, പ്ലേഗും കോളറയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം സാധാരണ റവന്യൂ കോഡ് പ്രകാരം ബ്രിട്ടീഷേഴ്സ് കൊടുത്തിരിക്കുന്നൊരു ഇതാണ്, അതായത് സാധാരണ ഉള്ള ഈൽഡിനെക്കാട്ടിലും പ്രൊഡക്ഷനെക്കാട്ടിലും 1/4 അല്ലെങ്കിൽ 25% കുറവ് നോർമൽ പ്രൊഡ്യൂസിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാർമേഴ്സിന് എന്ത് ചെയ്യേണ്ട? അവരുടെ ലാൻഡ് റവന്യൂ അടയ്ക്കേണ്ട. ലാൻഡ് റവന്യൂ അവർ റെമിറ്റ് ചെയ്ത് കളയും, ലൈക്ക് റിമൂവ് ചെയ്ത് കളയും, അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അത് നടപ്പിലാക്കില്ല. പകരം അവർ ഒരു 23% ടാക്സ് വർധനവ് കൂടി കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് പിന്നെ കേദ സത്യാഗ്രഹ ആയത്. അതിൽ മഹാത്മാഗാന്ധി കൊളാബറേറ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടാണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ പെസൻസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത് മഹാത്മാഗാന്ധി സ്പിരിച്വലും സ്ട്രാറ്റജിക്കും ആയിട്ടുള്ള ഡയറക്ഷൻസ് ആർക്ക് കൊടുത്തു? ഈ ഒരു കേദ സത്യാഗ്രഹയ്ക്ക് കൊടുത്തു. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിൻ്റെ ആൻസർ. വീണ്ടും ഒരു ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഹാരപ്പൻ സൈറ്റ് ഷോസ് എവിഡൻസ് ഓഫ് പ്ലോഡ് ഫീൽഡ്സ്? ഉഴുത് മറിച്ചിട്ട നിലത്തിൻ്റെ എവിഡൻസ് ഏത് ഹാരപ്പൻ സൈറ്റിലാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. കാലിബംഗനാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രവി നദിയുടെ തീരത്താണ്, പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. ഓക്കെ, ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നത് ദയാറാം സൈനിയാണ് 1921. ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് 6 ഗ്രാനറീസ്, ഒരു റോയിൽ 6 ഗ്രാനറി, നെല്ല് ശേഖരിച്ച് വയ്ക്കുന്ന സ്ഥലം. പിന്നെ കോഫിൻ ബറിയൽ, പെട്ടിയിൽ അടക്കുന്ന കോഫിൻ ബറിയൽ. അതുപോലെ തന്നെ മദർ ഗോഡസിൻ്റെ ഒരു ഫിഗറൈൻ. ദെൻ റെഡ് സാൻഡ്സ്റ്റോണിൽ ഉണ്ടാക്കിയെടുത്ത മെയിൽ ടോർസോ, അതായത് മെയിലിൻ്റെ ഒരു അപ്പർ ബോഡി. ഇത്തരം കാര്യങ്ങളാണ് ഹാരപ്പയെന്ന് കണ്ടെത്തിയത്. ഇനി മോഹൻജദാരോ ആണെങ്കിലോ? മോഹൻജദാരോ ഇൻഡസ് നദിയുടെ തീരത്താണ്, പാകിസ്ഥാനിലെ സിന്ധിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. RD ബാനർജി 1922 മോഹൻജദാരോ ഫൗണ്ട് ചെയ്യുന്നത്, നമ്മുടെ ഹാരപ്പ ഫൗണ്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത വർഷം. മോഹൻജദാരോയിൽ കണ്ടെത്തിയ മേജർ ഫൈൻഡിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ദ ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് വരുന്ന എല്ലാം മോഹൻജദാരോയിലാണ് കണ്ടെത്തിയത്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, പിന്നെ ബ്രോൺസ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാണ്. നമ്മുടെ ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയൊരു സ്റ്റാച്ചു ആണ് ബ്രോൺസ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. പിന്നെ പശുപതി സീല്, പ്രീസ്റ്റ് കിങ് സ്റ്റാച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഇൻഡസ്
ഇൻഡസിൻ്റെ തീരത്തുള്ള മോഹൻജദാരോയിൽ കിട്ടിയിട്ടുണ്ട്. ലോത്തൽ, ഗുജറാത്തിലെ ലോത്തൽ ബൊഗാവ നദിയുടെ തീരത്താണ് ലോത്തൽ കണ്ടെത്തിയത്. SR റാവു 1954. ഓക്കെ, ഇതെന്ന് പറയുന്ന വേൾഡിലെ എയർലിയസ്റ്റ് ഡോക്യാർഡാണ്. ഹാരപ്പയിലെ ഒരു ഡോക്യാർഡ് ടൗൺ ആണ് ലോത്തൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റൈസ് ഹസ്കിൻ്റെ റിമൈനിങ്സ് കിട്ടിയിട്ടുണ്ട്. ഡബിൾ ബറിയൽ, ഒരു കുഴി തന്നെ 2 പേര് അടക്കിയിട്ടുണ്ട്. പിന്നെ ബീഡ് ഫാക്ടറി ഇവിടെയാണുള്ളത്. ചെസ് പ്ലേ ചെയ്തതിൻ്റെ ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഗോൾഡ് പാർട്ടിക്കിൾസും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ധൊളവീര എടുക്കുവാണെങ്കിൽ അഗെയിൻ ഗുജറാത്തിൽ തന്നെയാണ്, ലൂണി നദിയുടെ തീരത്ത്. ഓക്കെ, ലൂണി നദിയുടെ തീരത്താണ്. ലൂണി നദിയാണ് ഇന്ത്യയിലെ ഒരേ ഒരു എന്താണ് സമുദ്രത്തിൽ വന്ന് ചേരാത്തൊരു നദി. ലൂണി നദി നമ്മുടെ സാമ്പാർ ലേക്കിൽ നിന്ന്, രാജസ്ഥാനിലെ സാമ്പാർ ലേക്കിൽ നിന്ന് ഒഴുകി നേരെ വന്ന് റാൺ ഓഫ് കച്ചിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നമ്മുടെ ധൊളവീര കണ്ടെത്തിയതാരാണ്? RS ബിഷ്ടാണ്. 1985 ധൊളവീര RS ബിഷ്ട് കണ്ടെത്തുന്നത്. ഇവിടെ യുണീക്ക് 3 പാർട്ട് സിറ്റി ലേഔട്ട്. 3 പാർട്ട് സിറ്റി ലേഔട്ട് എന്ന് വെച്ചാൽ ഒരു ഏറ്റവും ഹൈറ്റിലുള്ള നടുക്കായിട്ട് ഒരു സിറ്റാഡൽ കാണും. സിറ്റാഡലിനെ ചുറ്റിക്കൊണ്ടൊരു മിഡിൽ ടൗൺ കാണും. അതിൻ്റെ ഏറ്റവും പുറത്തായിട്ട് ഒരു ലോവർ ടൗണും കാണും. സിറ്റാഡൽ, മിഡിൽ ടൗൺ, ലോവർ ടൗൺ, ഇങ്ങനെയാണ് കൂടുതലും നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകളുള്ളത്. ഇവിടെ യുണീക്ക് ആയിട്ടുള്ള 3 പാർട്ട് ലേഔട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ജൈൻറ്റ് വാട്ടർ റിസർവേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേഡിയം, പിന്നെ സൈൻ ബോർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. റോക്ക് കട്ട് ആർക്കിടെക്ചറൊക്കെ ധൊളവീരയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി കാലിബംഗൻ എടുക്കുവാണെങ്കിൽ രാജസ്ഥാനിലെ ഗഗ്ഗർ നദിയുടെ തീരത്താണ് കാലിബംഗൻ കണ്ടെത്തിയത്. അമലാനന്ദ ഘോഷ് 1953. ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച പ്ലോ ഫീൽഡ് ഇവിടെ നിന്ന് കാലിബംഗൻ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫയർ അൾട്ടാർ, ക്യാമൽ ബോൺസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രാജസ്ഥാനിൽ താർ ഡെസേർട്ട് മരുഭൂമിയാണല്ലോ, അപ്പോൾ അവിടെയാണല്ലോ ക്യാമൽസ് ഉള്ളത്. സോ കാലിബംഗനിലാണ് ക്യാമൽസ് ഉള്ളത്. ഇനി വുഡൻ പ്ലോ കണ്ടെത്തിയിട്ടുണ്ട്. ബാംഗിൾ ഫാക്ടറി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കാലിബംഗനിൽ കണ്ടെത്തിയതാണ്, ഗഗ്ഗർ നദിയുടെ തീരത്ത്. ഓക്കെ, രാജസ്ഥാനിൽ. ഇനി റാഖി ഗഡ് എടുക്കുകയാണെങ്കിൽ എഗെയിൻ ഗഗ്ഗർ നദിയുടെ തീരത്താണ്, പക്ഷേ രാജസ്ഥാനിലല്ല, ഹരിയാനയിലാണ് റാഖി ഗഡ്. അമരേന്ദ്രനാഥ് 1997 റാഖി ഗഡ് കണ്ടെത്തുന്നത്. റാഖി ഗഡ് എന്ന് പറയുന്ന ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ ഗ്രാനറീസ് വെച്ച് 7 റൂംസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 6 ഗ്രാനറീസ് ഇൻ എ റോ എവിടെയാണ്? 6 ഗ്രാനറീസ് ഇൻ എ റോ ഹാരപ്പയിലാണ് കണ്ടെത്തിയത്. ഇത് ഗ്രാനറീസ് വിത്ത് 7 റൂംസ് ആണ്. അതുപോലെ തന്നെ ടെറാക്കോട്ട സ്റ്റാച്യൂസ്. ടെറാക്കോട്ട എന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്, മണ്ണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ദെൻ സിൽവർ ആൻഡ് ബ്രോൺസ് ആർട്ടിഫാക്റ്റ് ഒക്കെ റാഖി ഗഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചാഹുന്താര എടുക്കുകയാണെങ്കിൽ നമ്മുടെ മോഹൻജദാര പോലെ തന്നെ ഇൻഡസ് നദിയുടെ തീരത്താണ്, പാകിസ്ഥാനിലെ സിന്ധിൽ. NG മജുംദാർ 1931 ചാഹുന്താര കണ്ടെത്തുന്നത്. ഇതാണ് ഒൺലി സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ. സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു സിറ്റി ഏതാണ്? ചാഹുന്താരയാണ്. ഇവിടെ ബീഡ് മേക്കേഴ്സ് ഷോപ്പ്, ലിപ്സ്റ്റിക്ക്, ഇങ്ക് പോട്ട്, ഡോഗ് പാ ഇംപ്രിൻറ്റ്, അതായത് നമ്മുടെ പട്ടിയുടെ കാൽപാദം ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്രിക്കിലായിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബൻവാലി എടുക്കുകയാണെങ്കിൽ ഹരിയാനയിലാണ്, സരസ്വതി നദിയുടെ തീരത്താണ്. RS ബിഷ്ടാണ് കണ്ടെത്തിയത് 1974. RS ബിഷ്ട് നേരത്തെ നമ്മുടെ ധൊളവീരയും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, RS ബിഷ്ട് 1974 ബനവാലി കണ്ടെത്തി. അവിടെ കലപ്പയുടെ ഒരു ടോയ് പ്ലോ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബാർലി കണ്ടെത്തിയിട്ടുണ്ട്. ഓവൽ ഷേപ്ഡ് സെറ്റിൽമെൻ്റ് ആണ് ബനവാലിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡ്രെയിനേജ് ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ടൊരു ഒരു മെയിൻ ഫാക്ടറാണ് അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ബനവാലി അത് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ അതില്ലായിരുന്നു. ഓക്കെ, ഇനി സുക്കോട്ടഡ ഗുജറാത്തിൽ തന്നെയാണ്. JP ജോഷി 1967 കണ്ടെത്തിയത്. ഹോഴ്സ് ബോൺസ് കണ്ടെത്തിയത് സുക്കോത്തടയിൽ നിന്നാണ്. ഓക്കെ, ക്യാമൽ ബോൺസ് കാലിബംഗനിൽ നിന്നും, ഹോഴ്സ് ബോൺസ് സുക്കോത്തടയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പോർട്ട് ബറിയലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സുക്തഗന്ധോർ ദഷ്ട് നദിയുടെ തീരത്ത് പാകിസ്ഥാനിലെ ബലോചിസ്ഥാനിലാണ്. സ്റ്റെയിനാണ് 1929 സുക്തഗന്ധോർ കണ്ടെത്തിയത്. സുക്തഗന്ധോർ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റാണ്. സുക്തഗന്ധോർ എന്നാണ് നമ്മുടെ മെസ്സോപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ സദേൺ മോസ്റ്റ് ആ ഒരു ഏരിയയിലുള്ള ആ ഒരു ബബിലിയോൺ സിവിലൈസേഷനുമായിട്ട് ഹാരപ്പ ട്രേഡ് നടത്തിയിരുന്നുള്ള പോയിന്റാണ് സുക്തഗന്ധോർ എന്ന് പറയുന്നത്. ബബിലിയോൺ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്കാരമാണ് ബബിലിയോൺ സംസ്കാരം. ഇനി റോപ്പാർ എടുക്കുകയാണെങ്കിൽ സത്ലജ് നദിയുടെ തീരത്താണ്, ഇന്ത്യയിലെ പഞ്ചാബിലാണ്. YD ശർമ്മ 1953 റോപ്പാർ കണ്ടെത്തുന്നത്. ഡോഗും ഹ്യൂമനും കൂടെ ഒരുമിച്ച് ബറി ചെയ്തേക്കുന്ന ഒരേ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് റോപ്പാർ എന്നാണ്.
പിന്നെ എന്താണ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റാണ് ഏത്? റോപ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഡയറക്ഷനിലുള്ള ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ്, ഈസ്റ്റേൺ മോസ്റ്റ് അങ്ങനെയുള്ള പോയിന്റുകൾ നോക്കാം. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഷോർട്ടുഗായ് അല്ലെങ്കിൽ മാണ്ട. ഷോർട്ടുഗായ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്, പക്ഷേ മാണ്ട എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇത് രണ്ടും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് കണക്കാക്കണം. അതുപോലെ തന്നെ ഷോർട്ടുഗായ് എന്ന് പറയുമ്പോൾ ഹോൾ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിലെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് കണക്കാക്കുക. ഷോർട്ടുഗായ് ഉള്ളത് ഓക്സസ് നദിയുടെ തീരത്താണ്. മാണ്ട ഉള്ളത് ചെനാബ് നദിയുടെ തീരത്താണ്. ഷോർട്ടുഗായ് ഉള്ളത് ഓക്സസ് നദിയുടെ തീരത്തും മാണ്ട ഉള്ളത് ചെനാബ് നദിയുടെ തീരത്തുമാണ്. ഇനി സദേൺ മോസ്റ്റ് പോയിന്റ് ആണ് ദൈമവാദ്, മഹാരാഷ്ട്രയിലെ ദൈമവാദ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രവര നദിയുടെ തീരത്താണ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് അലംഗീർപൂർ, ഉത്തർപ്രദേശിലെ അലംഗീർപൂർ ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. സ്ഥിതി ചെയ്യുന്നത് ഹിൻഡൻ നദിയുടെ തീരത്താണ്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ നോക്കി, സുക്ത ഗന്ധോർ പാകിസ്ഥാനിലെ ബലോചിസ്ഥാനിലാണ്, ദഷ്ട് നദിയുടെ തീരത്താണ്. ഓക്കെ, ഇതാണത്. നമുക്കറിയാം പ്ലോഡ് ഫീൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? കാലിബംഗനിൽ നിന്നാണ് കണ്ടെത്തിയത്. Independent dance numbers such as Chali, Ramdani and Jumra are associated with which of the following dance forms? ചളി, റംദാനി, ജുമറ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പറുകൾ, ഡാൻസ് നമ്പറുകൾ ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. സ്ട്രാറ്റജിക്ക് എന്നുള്ളൊരു ചോദ്യമാണ്. ചൗ, സത്രിയ, ഭരതനാട്യം, മണിപ്പൂരി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാം ഇത് ഏതാണെന്ന്. ഇതിൻ്റെ ഉത്തരം സത്രിയാണ്. സത്രിയയുടെ ഇൻഡിവിജ്വൽ ഡാൻസ് നമ്പേഴ്സാണ് ചളി, റംദാനി, ജുമറ എന്നൊക്കെ പറയുന്നത്. ഇനി ചളി എന്ന് പറഞ്ഞാൽ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഡാൻസ് ആണ്. അതായത് പീക്കോക്ക് പോലത്തെ പീക്കോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഫെമിനൈൻ ഗ്രേസ് യൂസ് ചെയ്തിട്ടുള്ള ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഡാൻസ് ആണ് ചളി എന്ന് പറയുന്നത്. ഇനി റംദാനി ആണെങ്കിൽ പ്രിലിമിനറി ഡാൻസ് ആണ്. അതായത് നമ്മുടെ സത്രിയ ഡാൻസ് തുടങ്ങുന്ന സമയത്തുള്ള ഒരു തരം ഡാൻസ് ആണ് റംദാനി ഡാൻസ് എന്ന് പറയുക. അവിടെ റിതമിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്, ടെക്നിക്കലായിട്ടുള്ള ഫുഡ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ അതിൽ ചെയ്യത്തുള്ളൂ. ജുമറ എടുക്കുവാണെങ്കിൽ നറേറ്റീവുമാണ്, തീമാറ്റിക്കുമാണ്. അതായത് കൃഷ്ണൻ്റെ ചൈൽഡ്ഹുഡിലെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അത് നറേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡാൻസാണ് ജുമറ. പിന്നെ മെയിനായിട്ട് ഈ സത്രിയ ഡാൻസ് കളിക്കുന്നത് മഹാദേവൻ്റെ കോമ്പോസിഷൻസിലൂടെയാണ്. മഹാദേവ ഒരു പ്രധാനപ്പെട്ട സത്രിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജുമറ അല്ലെങ്കിൽ സത്രിയ ഡാൻസ് കളിക്കുന്നത്. ഇനി സത്രിയ എന്ന് പറയുന്ന 8 ക്ലാസിക്കൽ ഡാൻസിൽ ഉൾപ്പെടുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസാണ്. ആസാമിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഫൗണ്ടർ ആരാണ്? മഹാപുരുഷ ശ്രീമന്ത ശങ്കരദേവാണ്. 15-ാം നൂറ്റാണ്ടിൽ മഹാപുരുഷ ശ്രീമന്ത ശങ്കരദേവാണ് സത്രിയ ഡാൻസ് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ഒരു റിഫോമർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രേറ്റ് വൈഷ്ണവൈറ്റ്, വിഷ്ണു ഭക്തനായിട്ടുള്ളൊരു സെയിൻ്റ് ഒക്കെ ആയിരുന്നു. ഇനി ഇത് എന്തിനാന്ന് വെച്ചാൽ ഭക്തി മൂവ്മെൻറ്റ്, ആ കാലഘട്ടത്തിൽ 15-ാം നൂറ്റാണ്ടിലെ ഭക്തി മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുവന്നത്, പ്രൊമോട്ട് ചെയ്തത്. ഇനി ഇത് 2000-ലാണ് സംഗീത നാടക അക്കാദമി എന്ത് ചെയ്തത്? സത്രിയ ഡാൻസിനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ് കോൾ എന്ന് പേരുള്ള ഡ്രം, ഓക്കെ, അതുപോലെ താളെന്ന് പേരുള്ള സിംബൽസ്, അതുപോലെ ഫ്ലൂട്ടൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡ്രം എന്ന് പറയുമ്പോൾ, കോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, അതൊരു എന്താണ്, പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ ഒരു അവനതവാദ്യം എന്ന് പറയും. അതായത് നമ്മുടെ കന്നുകാലിയുടെയൊക്കെ തോലൊക്കെ വലിച്ചു കെട്ടിയിട്ട് അതിൽ നിന്നാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ അത് ഒരു അവനതവാദ്യമാണ്. താലം എന്ന് പറഞ്ഞാൽ സിംബൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെണ്ടക്കൊട്ടൊക്കെ അമ്പലത്തിൽ കാണുമ്പോൾ നമുക്കറിയാം, ഒരു ചിൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ 2 കൈയിലായിട്ട് ഇങ്ങനെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിക്കും, ചിൽ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സിംബൽസ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഗണവാദ്യം എന്നാണ് എന്നെ പറയുന്നത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ അത് സോളിഡ് ആയിട്ടുള്ള സാധനം വെച്ച് തട്ടുന്നതുകൊണ്ടാണ് അതിനെ ഗണവാദ്യമെന്നും, കോളാണെങ്കിൽ മെമ്പറൈൻ വലിച്ചു കെട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അതിനെ അവനതവാദ്യമെന്നും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്പോസിഷൻസ് നോക്കാം. സത്രിയയിൽ ബോർഗീതുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷിരവാദ്യമാണ്. സുഷിരത്തിലൂടെ കാറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്. അതുകൊണ്ടാണ് ഫ്ലൂട്ടിനെയൊക്കെ എന്തെന്ന് സുഷിരവാദ്യം എന്ന് വിളിക്കുന്നത്. കോമ്പോസിഷൻസ് നോക്കുകയാണെങ്കിൽ ബോർഗീതുകളാണ് സത്രിയ ഡാൻസ് കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബോർഗീതങ്ങളാണ്. ഇത് കമ്പോസ് ചെയ്തത് ശങ്കരദേവയും മഹാദേവുമാണ്. ശങ്കരദേവയുടെ ഡിസൈപ്പിളാണ് മഹാദേവ. ശങ്കരദേവാണ് ഇത് എന്ത് ചെയ്തത്? റിഫോം ചെയ്ത് കൊണ്ടുവന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ, അതായത് ശിഷ്യനായിട്ടുള്ള മഹാദേവയും ബോർഗീതുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്.
മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആസാമീസ് ഡ്രസ്സായിട്ടുള്ള സിൽക്ക് അഥവാ പട്ട് സിൽക്കയും പിന്നെ മുഖ സിൽക്കും ഒക്കെയാണ്. പിന്നെ കിങ്കാപ്പ് എന്ന് പറയും. കിങ്കാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സാരിയിലൊക്കെ ഉള്ള ഈ ഒരു ഡിസൈൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആസാമീസ് ഡ്രസ്സാണ് സത്രിയ ഡാൻസിന് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പൗരുഷിക ഭംഗിയും സ്ത്രീ ഭംഗിയുണ്ട്. പേര് പോലെ തന്നെ മാസ്കുലൈൻ സ്റ്റൈലാണ്. അത് വിഗറസ് ആൻഡ് എനർജറ്റിക് ഡാൻസ് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഫെമിനൈൻ സ്റ്റൈൽ ഗ്രേസ്ഫുൾ ആൻഡ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡാൻസിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചൗ എന്ന് പറയുന്ന മറ്റൊരു തരം ഡാൻസാണ്. ഓക്കെ, ചൗ ഡാൻസ്. ചൗ കാണപ്പെടുന്നത് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ റീജിയൻസിലാണ്. ജാർഖണ്ഡിൽ ഇതിനെ സെറൈക്കല ചൗ എന്ന് വിളിക്കും. വെസ്റ്റ് ബംഗാളിൽ പുരുളിയ ചൗ എന്ന് വിളിക്കും. ഒഡീഷയിൽ മയൂർഭഞ്ച് ചൗ എന്ന് വിളിക്കും. ഓക്കെ, സത്രയെ കഴിഞ്ഞു. ചൗ അടുത്ത ടൈപ്പ് ഡാൻസാണ്. നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു ചൗ. ഓക്കെ, ഇനി ജാർഖണ്ഡിലെ സരൈക്കല ചൗ എന്ന് പറഞ്ഞാൽ അതിൽ മാസ്കുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സിംബോളിക് ആൻഡ് നേച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള തീമുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. മാസ്ക് യൂസ് ചെയ്യും, അതുപോലെ നേച്ചർ. ഇനി പുരുളിയ ചൗ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാസീവും എലാബറേറ്റും ആയിട്ടുള്ള മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടെ വലിയ മാസ്കുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ രാമായണവും മഹാഭാരതവും റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ് പുരുളിയ ചൗവിൽ ഡാൻസിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ട പുരാണങ്ങളാണല്ലോ, പുരാണങ്ങൾ പുരുളിയ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇനി ഒഡീഷയിലെ മയൂർഭഞ്ച് ചൗ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്, മാസ്കുകൾ ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ മാർഷ്യൽ മൂവ്മെൻറ്റ്സ്, പ്രിസിഷൻ ആൻഡ് മാർഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മാർഷ്യൽ മൂവ്മെൻറ്റ്സിനെ പരിഗണ്ട എന്നും പറയും. പരിഗണ്ട യൂസ് ചെയ്തിട്ടുള്ള ഡാൻസാണ് മയൂർഭഞ്ച് ചൗ. ഇനി ഈ ചൗ ഡാൻസ് എല്ലാം നമ്മുടെ പുരാണങ്ങളും ലോക്കൽ ഫോക്ക്ലോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. മാർഷ്യൽ റൂട്ട് എവിടെ നിന്ന് വന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒഡീഷയിലുള്ള പൈക്ക വാരിയേഴ്സിൻ്റെ അവരുടെ ആ ഒരു മാർഷ്യൽ ആയിട്ടുള്ള മൂവ്മെൻ്റാണ്, മോക്ക് ഫൈറ്റുകളൊക്കെയാണ് ചൗ ഡാൻസിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പല ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ ഡെയിലി വില്ലേജ് ഹൗസ് വൈഫ്സ് മൂവ് ചെയ്യുന്ന അങ്ങനത്തെ മൂവ്മെൻറ്റും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉഫ്ലി എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. കേല്, തോപ്ക, ഉഫ്ലി എന്ന് പറയും. കേൽ എന്ന് പറഞ്ഞാൽ കോമ്പാറ്റ് ടെക്നിക്സ് മൂവ്മെൻറ്റ്സ് ആണ്. തോപ്ക എന്ന് പറഞ്ഞാൽ സ്റ്റൈലൈസ്ഡ് വാക്കിങ്ങും ലെഗ് മൂവ്മെൻറ്റ്സും ഒക്കെയാണ്. അതാണ് ഈ നമ്മുടെ ആനിമൽ മൂവ്മെൻ്റ് ഒക്കെ. ഉഫ്ലി എന്ന് വെച്ചാൽ ഗ്രെയിൻ ഗ്രൈൻഡ് ചെയ്യുന്നത്, അതുപോലെ തുണി കഴുകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻ്റാണ് ഉഫ്ലിയിൽ കാണിക്കുന്നത്. ഇനി ഈ ചൗ ഡാൻസ് ഒറിജിൻ ചെയ്തത് ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. നമുക്കറിയാം ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ നമ്മളിപ്പോൾ പറഞ്ഞു. യുനെസ്കോ സ്റ്റാറ്റസ് കിട്ടിയത് 2010 സ്റ്റൈലുകൾ നമ്മൾ പറഞ്ഞു. സരൈക്കല മാസ്ക് ഉള്ളത്, പുരുളിയ മാസ്ക് ഉള്ളത്, മയൂർഭഞ്ചാണ് മാസ്ക് ഇല്ലാത്തത്. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ദോളും നഗടയും ഷെഹനായിയുമാണ്. ഓക്കെ, ദോള്, നഗട ആൻഡ് ഷെഹനായി. ദോള് ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. നഗട ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഷെഹനായി എന്ന് പറഞ്ഞാൽ ഒരു സുഷിരവാദ്യമാണ്, ഫ്ലൂട്ട് പോലത്തെ ഒരു വാദ്യമാണ് ഷെഹനായി. ഇനി ഭരതനാട്യത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത് തമിഴ്നാട്ടിലാണ്. ഇതിൻ്റെ ഓൾഡസ്റ്റ് നെയിം ദാസിയാട്ടം അല്ലെങ്കിൽ സാതിരാട്ടം എന്നൊക്കെയാണ്. യൂസ് ചെയ്യുന്ന മ്യൂസിക് കർണാട്ടിക് മ്യൂസിക്കാണ്. യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ മൃദംഗം ഒരു പെർക്കഷനാണ്. എഗെയിൻ ഒരു മെംബ്രൈൻസ് വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൃദംഗം. അതുപോലെ വീണ ഒരു തന്തുവാദ്യമാണ്, സ്ട്രിങ്സ് വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് വീണ. പിന്നെ ഫ്ലൂട്ട് ഒരു സുഷിരവാദ്യമാണ്. വയലിൻ അഗെയിൻ ഒരു തന്തുവാദ്യമാണ്. സിംബൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗണവാദ്യമാണ്. ഓക്കെ, ഇനി ഭരതനാട്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് രുക്മിണി ദേവി അരുന്തലെ. അത് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഭരതനാട്യത്തിൻ്റെ കോർ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിനെ ട്രിനിറ്റി എന്നാണ് പറയുന്നത്. നൃത്യ ആൻഡ് നാട്യ. നൃത്ത എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള റിതമിക് ഡാൻസ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇമോഷനോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ നൃത്യം അങ്ങനെയല്ല, അവിടെ ഋതവും ഉണ്ടാവും, എക്സ്പ്രഷനും ഉണ്ടാവും, സ്റ്റോറി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്. നാട്യം എന്ന് വെച്ചാൽ ഡാൻസ് ഡ്രാമയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഭരതനാട്യം കുറച്ച് സ്റ്റെപ്പുകളിലൂടെയാണ് കളിക്കുന്നത്. അതായത് ആദ്യം ഒരു ഇതിൽ തുടങ്ങി ഒരു ഇതിൽ അവസാനിക്കും. അതായത് അല്ലറിപ്പിൽ തുടങ്ങി തില്ലാനയിൽ അവസാനിക്കുന്നതാണ് ഭരതനാട്യം. അല്ലറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് സീക്ക് ചെയ്യുന്നുള്ള ആദ്യത്തെ ഒരു കുറച്ച് പോർഷനാണ് അല്ലറിപ്പ്. ജാതിസ്വരം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡാൻസ് മാത്രമേ കാണൂ, എക്സ്പ്രഷൻസ് ഒന്നും കാണത്തില്ല. ശബ്ദത്തിൽ എന്ത് സംഭവിക്കും, ആദ്യമായിട്ട് എക്സ്പ്രഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. വർണ്ണമാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. അവിടെ നമ്മുടെ നൃത്യമൊക്കെ എന്ത് ചെയ്യും,
കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ദെൻ തില്ലാനയിൽ എന്ത് ചെയ്യും, അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫാസ്റ്റ് പേസ് ആയിട്ട് കളിച്ച് അവസാനിപ്പിക്കും. അതാണ് ഭരതനാട്യത്തിൻ്റെ ഒരു രീതി. ഇനി മണിപ്പൂരി ഡാൻസ് എടുക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന ഭാഗ്യചന്ദ്രയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്. മണിപ്പൂരി ഡാൻസിലെ രാസലീല എന്ന തീം കൊണ്ടുവരുന്ന ആരാണ്? കിങ് ഭാഗ്യചന്ദ്രയാണ്. ആഫ്റ്റർ ദ സ്പ്രെഡ് ഓഫ് വൈഷ്ണവിസം, കിങ് ഭാഗ്യചന്ദ്ര വിശ്വസിച്ചിരുന്നത് വിഷ്ണുവിലാണ്. സോ അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, രാസലീല എന്ന് പറയുന്ന തീം കിങ് ഭാഗ്യചന്ദ്ര കൊണ്ടുവരുന്നത്. ഇനി രാസലീല എന്ന് പറഞ്ഞാൽ എന്താണ്? രാധയും കൃഷ്ണനും തമ്മിലുള്ള എന്താണ്, കോസ്മിക് ലവിനെയാണ് രാസലീല ഉദ്ദേശിക്കുന്നത്. ഇനി മണിപ്പൂരിലുള്ള കുറച്ച് രാസലീല ടൈപ്സ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതാണ് മഹാരാസ്, ബന്ധരാസ്, കുജരാസ്, നിത്യരാസ് ആൻഡ് ദീവരാസ്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട രാസലീല ഫോംസ്. ഇനി മണിപ്പൂരി ഡാൻസിൽ ഫീമെയിൽ കോസ്റ്റ്യൂമിനെ പറയുന്ന പേരാണ് പോട്ട്ലോയ് അല്ലെങ്കിൽ കുമിള് അല്ലെങ്കിൽ പോട്ട്ലോയ്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് മണിപ്പൂരി ഡാൻസ് ആണുള്ളത്, പുങ് ചോളവും കർത്തൽ ചോളവും. പുങ് ചോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുങ് എന്ന പേരുള്ള ഒരു ട്രഡീഷണൽ ഡ്രം കൊട്ടിക്കൊണ്ടായിരിക്കും ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള അക്രോബാറ്റിക് ജംപ്സും ടേൺസും ഒക്കെ കാണും. അത് എന്തിനാണെന്ന് വെച്ചാൽ മാസ്കുലിൻ ആസ്പെക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, താണ്ഡവ എന്ന് പറയും. അത് കാണിക്കാൻ വേണ്ടിയാണ് പുങ് ചോളത്തിൽ അക്രോബാറ്റിക് ജംപ്സും ടേൺസും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കർത്തൽ ചോളം എന്ന് എടുത്താൽ കർത്തൽ ചോളത്തിൽ ഇതാണ് ഈ ഒരു ഡ്രം, പുങ്ങിന് പകരം എന്താണ്, സിമ്പിൾസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് നമുക്ക് എക്സ്പോണൻസിന് നോക്കാം. ചൗ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് ആണ് ശശാദർ ആചാര്യ, കേദർനാഥ് സാഹോ, ഇലിയാന സിട്രസ്റ്റി, മകാർ ദ്വാജ ദരോഗ, ഭുപൻ കുമാർ, ആനന്ദ ചരൺ സായി ബാബു, ഗോപൽ പ്രസാദ് ദൂബെ, ഗംഭീർ സിംഗ് മുറ, ഹേംചന്ദ്ര മഹാട്ടോ ആൻഡ് സുരേന്ദ്ര നാരായൺ സിംഗ്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാൻ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമോണിക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആദ്യത്തെ ലെറ്റേഴ്സ് എടുത്താൽ മതി, SKIMBAGGHS. നമുക്ക് സ്കിം ബാഗ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സ്കിം ബാഗ് 2GHS, സ്കിം ബാഗ്സ് എന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു പേരുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, ഭരതനാട്യം എടുക്കുകയാണെങ്കിൽ ഭരതനാട്യത്തിലെ എക്സ്പോണൻസ് നമുക്ക് ഓൾമോസ്റ്റ് കേട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും. രുക്മിണി ദേവി അരുന്തലെ, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, മല്ലിക സാരാഭായ്, മൃണാളിനി സാരാഭായ്, അലർമൽ വല്ലി, സൊണാൽ മാൻസിംഗ്, ബാലസരസ്വതി, മീനാക്ഷി സുന്ദരംപിള്ള ആൻഡ് ലീല സാംസൺ. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയതുകൊണ്ട് പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ദെൻ മണിപ്പൂരി എടുക്കുകയാണെങ്കിൽ ഗുരു ബിപിൻ സിംഗ്, അതുപോലെ തന്നെ അതെ രാജ്കുമാർ സിംഗ്ജാത്ത് സിംഗ്. അപ്പോൾ 2 സിംഗുകളുണ്ട് അവിടെ. ഓക്കെ, അതേപോലെ തന്നെ ജാവേരി സിസ്റ്റേഴ്സ് ആയിട്ടുള്ള നയന ജാവേരിയും അതുപോലെ ദർശന ജാവേരിയും. പിന്നെ ചാരു ശ്രീജ മധുർ, കലാവതി ദേവി, ദേവയാനി ചലിയ, പ്രീതി പട്ടേൽ, നിർമ്മല മേത്ത ആൻഡ് ബിംബവതി ദേവി. സത്രി എടുക്കുകയാണെങ്കിൽ ശ്രീമന്ത ശങ്കരദേവ് നമ്മൾ പറഞ്ഞു ഫൗണ്ടറാണ്. പിന്നെ ഗുരു ജതിൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഗുരു ജതിൻ ഗോസ്വാമി എന്ന് പറയുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗുരു ഗാനകന്ദ ബോറ, മാണിക് ബാർബയാൻ, ബാബാനന്ദ ബാർബയാൻ, 2 ബാർബയാൻസ് ഉണ്ട്. പിന്നെ ഷാരോഡി സൈക്യ, ഇന്ദിര പി ബോറ, 2 ബോറയും ഉണ്ട്. ഓക്കെ, ഇന്ദിര പി ബോറ, അനിത ശർമ്മ, അന്വേഷ മഹാന്ത ആൻഡ് മല്ലിക കന്താലി. ഓക്കെ, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഇൻ ദ റിയാക്ഷൻ 2H2 plus O2 gives 2H2O if 5 moles of H2 and 2 moles of O2 are mixed. The limiting reagent ഏതാണ്? കെമിസ്ട്രി എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കണം. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഫുള്ളി കൺസ്യൂംഡ് ആയി കഴിഞ്ഞ് റിയാക്ഷൻ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ, അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിലുള്ളൊരു സബ്സ്റ്റൻസ് ഫുള്ളി കൺസ്യൂം ആയി കഴിഞ്ഞ് റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നു. ഫുള്ളി കൺസ്യൂം ആയാൽ എന്ത് പറ്റും? റിയാക്ഷൻ ഓൾറെഡി എന്ത് പറ്റും? സ്റ്റോപ്പ് ആയി പോകും. അപ്പോൾ അങ്ങനെ തീർന്നു പോകുന്ന റിയേജൻ്റാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഇനി തീരാത്ത റിയേജൻ്റ് എക്സസ് റിയേജൻ്റ് എന്നും പറയും. അതായത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു റിയാക്റ്റൻ്റ് റൺ ഔട്ട് ആവുന്നു, അതായത് തീരുന്നു.
അപ്പം തന്നെ എന്ത് പറ്റുന്നു, ആ ഒരു റിയാക്ഷൻ ആ മൊമെൻറ്റിൽ തന്നെ സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റയർലി ഡിപ്പെൻഡ് ചെയ്താണ്, ലൈക്ക് ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് എൻ്റയർലി ഡിപ്പെൻഡ് ഓൺ ദിസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഈ ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി ഫോം ആയി എന്നുള്ളത്. അപ്പോൾ അതാണ് തീർന്നു പോകുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റും എക്സസ് ആവുന്നത് എക്സസ് റിയേജൻറ്റും. ഇനി നമുക്ക് നോക്കാം, ഓക്സിജൻ ആണ് ഇതിൻ്റെ ഉത്തരം. അതെങ്ങനെ വന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മുടെ വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉള്ളത്. അതായത് ഓക്സിജൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടാവണം. അപ്പോൾ ഇപ്പം നമ്മളതിലൂടെ 5 മോള് ഹൈഡ്രജൻ ഉണ്ടെന്ന് വെച്ചാൽ 5 × 2 എച്ച് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ 2 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 × 2 4. ഓക്കെ, H2 5 എണ്ണം, അപ്പോൾ 2 × 5 10 എച്ചും 2 × 2 4 ഓക്സിജനും ഉണ്ട്. ഇനി 4 ഓക്സിജന് ഇരട്ടി എടുക്കുകയാണ്, 4ൻ്റെ ഇരട്ടിയാണെങ്കിൽ 8 ആണ്. 4 ഓക്സിജന് 8 എച്ചേ പറ്റത്തുള്ളൂ, പക്ഷേ ഇവിടെ 10 എച്ച് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? 2 എച്ചുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഓക്സിജൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് 8 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓക്സിജൻ തീരും, പിന്നെ 2 എച്ച് ബാക്കി വരും. അല്ലെങ്കിൽ 10 എച്ച് റിയാക്ട് ചെയ്യണം. 5 മോൾ ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണമായിരുന്നു? 5 ഓക്സിജനെങ്കിലും വേണം. 10 ഹൈഡ്രജന് 5 ഓക്സിജനെങ്കിലും വേണമായിരുന്നു. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഹൈഡ്രജൻ തീരുന്നതിന് മുന്നേ തന്നെ ഓക്സിജൻ തീർന്നു പോകുന്നതുകൊണ്ട് ഓക്സിജനാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്, അതുപോലെ ഹൈഡ്രജനാണ് അവിടുത്തെ എക്സസ് റിയേജൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം സ്കോർ പോസിബിൾ ഫോർ പ്രോജക്ട് ഡിസൈൻ ഇവാലുവേഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം പ്രോസസ് ഓഫ് ദ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. അപ്പം ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയിലെ ഈ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂറൽ യൂത്തിന് സ്കിൽസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ പലതരം ട്രെയിനിങ് കോഴ്സസ് ഉണ്ടാകും. അപ്പോൾ ഈ ട്രെയിനിങ് കോഴ്സസിനെ എടുക്കുന്നത് ആദ്യം പ്രോജക്റ്റ് ഡിസൈൻ ഇവാലുവേഷൻ നടത്തിയിട്ടായിരിക്കും. അപ്പം അതിന് കൊടുക്കുന്ന സ്കോറിലെ മാക്സിമം സ്കോർ എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ വന്നിട്ട് 1400 സ്കോറാണ്. എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലേസ്മെൻറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ യൂത്ത് ആണ് ഈ DDU-GKY. പിന്നെ അത് ലോഞ്ച് ആയ സെപ്റ്റംബർ 25, 2014 നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ അണ്ടറിൽ വരുന്നതും, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയുടെ. ഇനി ഫെബ്രുവരി 2026 ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫെബ്രുവരി 2026 സെക്കൻഡ് ഫേസ് ഓഫ് ദിവ്യാഞ്ജൻ റോസ്ഗാർ അഭിയാൻ ഇറക്കിയിരുന്നു. അത് ഈ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയുടെ ഒരു സബ് ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അത് നമ്മുടെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദിവ്യാഞ്ജൻ ഉദ്ദേശിക്കുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനെയാണ്. അതുപോലെ തന്നെ ലഖ്പതി ദീദി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. ഈ ലഖ്പതി ദീദി സ്കീം എന്ത് ചെയ്തു? DDU-GKYയുമായിട്ട് എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള വുമൺസിന് എന്ത് കൊടുക്കുന്നു? ടെക്നിക്കൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഹയർ പേയിങ് ജോബ്സിന് വേണ്ടിയിട്ടായിട്ടുള്ള ടെക്നിക്കൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന കോഴ്സസിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഡിസൈൻ ഇവാലുവേഷനിലെ മാക്സിമം മാർക്കാണ് 1400 എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഫെബ്രുവരി 2025 വിച്ച് ഡേ വാസ് സെലിബ്രേറ്റഡ് ടു ഓണർ ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ? സരോജിനി നായിഡു. കറണ്ട് അഫയേഴ്സ് ആണ്. സരോജിനി നായിഡു നമ്മുടെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സോ അദ്ദേഹത്തെ ഓണർ ചെയ്യാനായിട്ട് ഏത് ദിവസമാണ്, ഫെബ്രുവരിയിലെ ഏത് ദിവസമാണ് നമ്മൾ ആചരിക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ അത് നാഷണൽ വുമൻസ് ഡേ ആണ്. ഓക്കെ, ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഡേയ്സ് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ആണ് ഫെബ്രുവരി 1 എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 50th റേസിംഗ് ഡേ ആണ്. എസ്റ്റാബ്ലിഷ് ആയത് 1977 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. സോ ഫെബ്രുവരി 1 ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ. ഇനി ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ് ഫെബ്രുവരി 2. 1971 നടന്ന റാംസാർ കൺവെൻഷനെ മാർക്ക് ചെയ്യാനായിട്ടാണ് ഫെബ്രുവരി 2 എന്തായിട്ട് ആചരിക്കുന്ന? വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്.
ഓക്കെ. അതുപോലെ തന്നെ ഫെബ്രുവരി 6 എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ഇൻ ഫീമെയിൽ ജെനൈറ്റൽ മ്യൂട്ടിലേഷൻ ആണ്. ഓക്കെ, UN എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ജെനൈറ്റൽ മ്യൂട്ടിലേഷൻ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 6 സീറോ ടോളറൻസ് ടു FGM ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 10 എടുക്കുകയാണെങ്കിൽ അത് വേൾഡ് പൾസസ് ഡേ ആണ്. ഓക്കെ, നമ്മുടെ ലെഗ്യൂംസിൻ്റെയും ഫുഡ് സെക്യൂരിറ്റിയുടെയൊക്കെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 10 നമ്മൾ വേൾഡ് പൾസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 10 ഒരു ഡേയും കൂടെ ഉണ്ട്, അതാണ് നാഷണൽ ഡീവോമിംഗ് ഡേ. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ ചൈൽഡ് ആൻഡ് ഹെൽത്ത് ആണ് ഇത് ആചരിക്കുന്നത്. ഡിവോമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വിര മരുന്നെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡേ ആണ് ഫെബ്രുവരി 10. ഫെബ്രുവരി 11 ആണ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. ഓക്കെ, സ്റ്റെം ഫീൽഡുകളിൽ, സ്റ്റെം എന്ന് ഉദ്ദേശിക്കുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഈ ഫീൽഡുകളിൽ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫെബ്രുവരി 11 വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 12 എടുക്കുകയാണെങ്കിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആണ്. ഒബ്സർവ് ചെയ്യുന്നത് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലാണ്. ഫെബ്രുവരി 12 അഗെയിൻ ദയാനന്ദ സരസ്വതി ജയന്തി ഉണ്ട്. നമ്മുടെ ആര്യ സമാജിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ദയാനന്ദ സരസ്വതി ജനനമാണ് ഫെബ്രുവരി 12, 1824. ആര്യ സമാജ് ഫൗണ്ട് ചെയ്യുന്നത് 1875 ഓക്കെ. ഫെബ്രുവരി 13 ആണ് വേൾഡ് റേഡിയോ ഡേ. ഫെബ്രുവരി 13 അഗെയിൻ നാഷണൽ വുമൻസ് ഡേ ആണ്. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. ബർത്ത് ആനിവേഴ്സറി ഓഫ് സരോജിനി നായിഡു ആണ്, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഫെബ്രുവരി 19 ശിവാജി മഹാരാജ് ജയന്തിയാണ്. ബർത്ത് ആനിവേഴ്സറി ഓഫ് മറാത്ത എംപറർ ആയിട്ടുള്ള ശിവാജി. ഫെബ്രുവരി 20 ആണ് വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഫെബ്രുവരി 20 മിസോറാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ സ്റ്റേറ്റ് ഹുഡ് ഡേ ആണ്, അന്നാണ് അവർ ഫോം ആവുന്നത്. ഫെബ്രുവരി 21 എടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ്. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ഡേ ആണ്. സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് 1944 വന്ന സെൻട്രൽ എക്സൈസിൻ്റെ കൊമമറേറ്റ് ചെയ്യാനാണ് ഫെബ്രുവരി 24 എന്തായിട്ട് ആചരിക്കുന്നത്? സെൻട്രൽ എക്സൈസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ഫെബ്രുവരി 27 ആണെങ്കിൽ അത് വേൾഡ് NGO ഡേ ആണ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേ ആണ് ഫെബ്രുവരി 27. ഫെബ്രുവരി 28 ആണ് നാഷണൽ സയൻസ് ഡേ. നമ്മുടെ CV രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡേ ആണ് ഫെബ്രുവരി 28. നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു. 1922 രാമൻ എഫക്റ്റ് കണ്ടെത്തുന്നത്. അതിൻ്റെ 1930 എന്ത് ചെയ്യുന്നുണ്ട്? CV രാമന് നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അറ്റ് ദ വില്ലേജ് ലെവൽ? വില്ലേജ് ലെവലിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമസഭ ആൻഡ് ന്യായ പഞ്ചായത്ത്. നമുക്ക് നോക്കാം. ഉത്തരം പഞ്ചായത്ത് സമിതിയാണ്. അതെങ്ങനെ വന്നെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിലെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നത് നമ്മൾ സിലാ പരിഷത്ത് എന്നാണ്. ഓക്കെ, സിലാ പരിഷത്ത്. അതുപോലെ തന്നെ സിലാ പരിഷത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ വന്നിട്ട് എൻ്റയർ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും, റൂറൽ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളായിരിക്കും. അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അധ്യക്ഷ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയും. ഇതെല്ലാം പഞ്ചായത്തി രാജിൻ്റെ ഓരോ ലെവലുകളാണ്. സിലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഞ്ചായത്ത് സമിതി. പഞ്ചായത്ത് സമിതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക്, തഹസിൽ അല്ലെങ്കിൽ മണ്ഡലമൊക്കെയാണ്. മണ്ഡലം നമ്മൾ പറയുന്നത് പോലെ തഹസീലിൻ്റെ ഹെഡാണ് തഹസീൽദാർ, പിന്നെ ബ്ലോക്ക്. ഇനി കീ ലീഡർഷിപ്പ് ആർക്കാണ്? പഞ്ചായത്ത് സമിതിയുടെ പ്രമുഖൻ അല്ലെങ്കിൽ പ്രസിഡന്റിനാണ്. വില്ലേജ് ലെവലിൽ നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. അതൊരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വില്ലേജ് ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയിരിക്കും. അതിൻ്റെ ഹെഡാണ് സർപ്പഞ്ച് അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ് സിലാ പരിഷത്ത്, നമ്മളിപ്പോൾ നോക്കി. പക്ഷേ അതിൻ്റെ ജുഡീഷ്യൽ ബോഡിയാണ് ഏത്? ഡിസ്ട്രിക്ട് കോർട്ട്. ഇൻ്റർമീഡിയറ്റിൽ നമ്മുടെ പഞ്ചായത്ത് സമിതിയുടെ ജുഡീഷ്യൽ ബോഡിയാണ് ന്യായ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ലെവലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ജുഡീഷ്യൽ ബോഡിയാണ് ഏത്? ഗ്രാമസഭ. ഓക്കെ, ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ബോഡിയാണ് ഗ്രാമസഭ. ഇനി ന്യായപഞ്ചായത്ത് എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്? 5 മുതൽ 10 വരെ ഗ്രാമപഞ്ചായത്തുകളെയാണ് ന്യായപഞ്ചായത്തുകൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ന്യായപഞ്ചായത്ത് കവർ ചെയ്യുന്ന 5 മുതൽ 10 വരെയുള്ള ഗ്രാമപഞ്ചായത്തുകളെയാണ്. ഓക്കെ, നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്താണ്? നമുക്കറിയാം, വില്ലേജ് ലെവലിലുള്ള വില്ലേജ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഗ്രാമപഞ്ചായത്താണ് പറയുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതല്ല. ഗ്രാമസഭയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ജുഡീഷ്യറി ബോഡിയാണ്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ന്യായപഞ്ചായത്ത് ആക്ച്വലി പഞ്ചായത്ത് സമിതിയുടെ ജുഡീഷ്യൽ ബോഡിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് സമിതിയും
ന്യായപഞ്ചായത്തും ഇൻ്റർമീഡിയറ്റ് ലെവൽ അല്ലേ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ പഞ്ചായത്ത് സമിതിയാണ്. കാരണം ഇത് ഡയറക്റ്റ്ലി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ആണ്. ഡയറക്റ്റ്ലി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. Which keyboard shortcut opens File Explorer in Windows 11 OS to navigate and create files or folders? Windows 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദ്യം. ആൾട്ട് പ്ലസ് ടാബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്ന കുറച്ച് ടാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതല്ല. വിൻഡോസ് കീ പ്ലസ് ഇ, കൺട്രോൾ ഷിഫ്റ്റ് ആൻഡ് കൺട്രോൾ ഇ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ വിൻഡോസ് കീ പ്ലസ് ഇ ആണ്. ബാക്കിയുള്ള ഓരോന്നായിട്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. കൺട്രോൾ ഇ ഞെക്കുവാണെങ്കിൽ ബ്രൗസറിൽ എന്ത് സംഭവിക്കും? സെർച്ച് ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അതുപോലെ ഫയൽ എക്സ്പ്ലോറർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അഡ്രസ് ബാർ ഫോക്കസ് ആവും. ഇനി മൈക്രോസോഫ്റ്റ് വേർഡിൽ വെച്ചാണ് നമ്മൾ കൺട്രോൾ ഇ ഞെക്കുന്നതെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യപ്പെടും? സെൻറ്ററിൽ അലൈൻ ചെയ്യപ്പെടും. കൺട്രോൾ ഷിഫ്റ്റ് എൻ ആണ് ഞെക്കുന്നതെങ്കിൽ, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ ആണ് ഞെക്കുന്നതെങ്കിൽ വിൻഡോസിൽ എന്ത് സംഭവിക്കും? ഒരു പുതിയ ഫോൾഡർ രൂപീകരിക്കും, മീൻസ് ഉണ്ടാവും. അതുപോലെ ക്രോമിൽ സംഭവിക്കുന്നത് ഇൻകോഗ്നിറ്റോ മോഡ് ഓപ്പൺ ആവും. ഓൾട്ട് പ്ലസ് ടാബ് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ടാബുകൾ നമ്മൾ വിൻഡോസ് സിസ്റ്റത്തിലെ രണ്ട് ടാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? വിൻഡോസ് കീ പ്ലസ് ഇ ആണ്. ഓക്കെ, വിൻഡോസ് കീ പ്ലസ് ഇ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആക്കാനാണ്. ഓപ്പറേറ്റിംഗ് ഡെസ്ക്ടോപ്പ് എടുത്ത് വെച്ചിട്ട് വിൻഡോസ് കീ പ്ലസ് ഇ ഞെക്കിയാൽ നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയി വരും. ഓക്കെ. The capital adequacy ratio sometimes seen in news is related to which of the following? എക്കണോമിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിങ് ഓപ്പറേഷൻസ്, ഗവൺമെൻറ് ബഡ്ജറ്റിംഗ്, എക്സ്റ്റേണൽ ബോറോയിങ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ട്രേഡ് ഓപ്പറേഷൻസ്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നും പറയപ്പെടുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതൊരു മെട്രിക്കാണ്. ഇത് യൂസ് ചെയ്യുന്നത് ബാങ്കിന് ബാങ്ക് കുറേ ലോണ് കാര്യങ്ങളൊക്കെ കൊടുത്തു, ബാങ്കിന് കുറച്ച് ലോസുകളുണ്ടായി, ആരെങ്കിലുമൊക്കെ ലോൺ തിരിച്ചടച്ചില്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പം ആ ഒരു റീസണബിൾ എമൗണ്ടിൽ ഓഫ് ലോസ് ബാങ്കിന് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ലാതെ, അതായത് ബാങ്ക് ഇൻസോൾവ് ആയി പോവാതെ, ബാങ്ക്രപ്റ്റ് ആയി പോവാതെ അതിന് സ്വീകരിക്കാൻ പറ്റുമോ, അബ്സോർബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അത്രത്തോളം അതിന് അബ്സോർവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു അതിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാങ്കിൻ്റെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാവണം. ആ ക്യാപിറ്റലാണ് ക്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിനെ പിടിച്ചു വയ്ക്കാൻ പറ്റും. ഇനി ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ഫോർമുല എടുക്കുകയാണെങ്കിൽ ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ടയർ 1 ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കോർ ക്യാപിറ്റലാണ്. ഒരു ബാങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് ക്യാഷിലേക്ക് മാറ്റാൻ പറ്റുന്ന ലിക്വിഡിറ്റി കൂടുതലുള്ള ക്യാപിറ്റലുകളെയാണ് കോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സപ്ലിമെൻ്ററി ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ലിക്വിഡിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റലുകളെയാണ് ടയർ 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ റിസ്ക് വെയ്റ്റഡ് അസറ്റുകളാണ് ഇതൊക്കെ. ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഹോം ലോൺസ്, പേഴ്സണൽ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ്. ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ 0% ആണ്, വെരി സേഫ് ആണ്. കാരണം ഗവൺമെൻറ് എന്തായാലും തിരിച്ചടയ്ക്കും. ഹോം ലോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മീഡിയം റിസ്ക് ആണ്, അതായത് 50 മുതൽ 75% വരെ റിസ്ക് ഉണ്ട് ഹോം ലോൺസിന്. പേഴ്സണൽ ലോൺസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹൈലി റിസ്ക് ആണ്. ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്ന കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 100 to 125% റിസ്ക് ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് വെച്ചാൽ ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്തുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ബാങ്കിങ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സുഷിരവാദി? സുഷിരവാദി അല്ലാത്ത ഏതെന്നാണ് ചോദ്യം. സുഷിരവാദി നമ്മൾ നേരത്തെ പറഞ്ഞു, സുഷിരങ്ങൾ, അതായത് ഹോൾസ് ഉള്ള വാദ്യമാണ്. അതിലൂടെ എയർ ബ്ലോ ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. ഷെഹനായി, പുങ്കി, ബാൻസുരി ആൻഡ് സിത്താർ. ഓക്കെ, ഷെഹനായി എന്ന് വെച്ചാൽ ഇതാണ് ഷെഹനായി. ഇതാണ് ഷെഹനായി എന്ന് വെച്ചാൽ എന്താണ്? അപ്പം അതൊരു സുഷിരവാദിയല്ലേ. ഇതിലേക്കൂടെ നമ്മൾ ഊതുമ്പോഴേ സ്വരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഊതുമ്പോൾ നമ്മൾ ഊതുന്ന സമയത്ത് സൗണ്ട് ഇതുവഴി വരും. ഇനി പുങ്കി എന്ന് പറഞ്ഞാൽ ഇതാണ്. പുങ്കി എന്ന് പറയുന്നത് എന്താണ്? ഇതും നമ്മുടെ ഓടക്കുഴൽ പോലുള്ളൊരു തരം വാദ്യമാണ്. ഇതും സുഷിരവാദ്യമാണ്.
ഇനി ബാൻസുരി എന്ന് വെച്ചാൽ ഓടക്കുഴൽ. ഇതാണ് സിത്താർ. സിത്താർ എന്ന് വെച്ചാൽ ഇതൊരു തന്തു അഥവാ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ഇതിൻ്റെ ഉത്തരം എന്താണ്? സിത്താറാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സുഷിരവാദ്യം വെച്ചാൽ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എയർ ബ്ലോ ചെയ്യുമ്പം സൗണ്ട് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബാൻസുരി, ഷെഹനായി, പുങ്കി, ശംഖ് അല്ലെങ്കിൽ കൊഞ്ച്, ഹാർമോണിയം ഒക്കെ. ഇനി തന്തുവാദ്യം വെച്ചാൽ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സിത്താർ, വീണ, സരോദ്, സന്തൂർ, സാരംഗി, വയലിൻ. ഇനി അവനത വാദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു അവനത വാദ്യം എന്ന് വെച്ചാൽ പെർക്കഷൻ അല്ലെങ്കിൽ മെംബ്രാനോ ഫോൺ എന്ന് പറയും. നമ്മൾ ഈ കന്നുകാലിയുടെയൊക്കെ തോല് വലിച്ച് കെട്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അതാണ് നമ്മുടെ തബല, മൃദംഗം, ധോലക്ക്, ചെണ്ട. ഗണവാദ്യം എന്ന് പറഞ്ഞാൽ ഇഡിയോഫോൺ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള, അതായത് ഇത് സ്ട്രൈക്ക് ചെയ്യുന്ന നമ്മൾ ഒന്നുകിൽ മെറ്റലിലായിരിക്കും അല്ലെങ്കിൽ വുഡിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ, മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള മെറ്റീരിയലായിരിക്കും. മഞ്ചിറ എന്ന് വെച്ചാൽ മെറ്റാലിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റേ ചെണ്ടയുടെ കൂടെ കൊട്ടുന്ന സാധനം, ചിൽച്ചിൽ സാധനം. പിന്നെ ജലതരംഗം എന്ന് വെച്ചാൽ ഒരു പോട്ടല്ല, ഒരു ചെറിയ ചെറിയ ബൗളുകളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊട്ടുന്നതാണ് ജലതരംഗം. ദെൻ കർത്താലുണ്ട്. കർത്താൽ ഇതുപോലെ ഒരു വുഡൻ ആയിട്ടുള്ള ഒരു പീസിൽ മെറ്റാലിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് കിളിക്കുന്ന ഒരു തരം സംഭവമാണ്. ഘട്ടം എന്ന് വെച്ചാൽ അത് കുടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൊട്ടുന്നതാണ് ഘട്ടം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽസ് ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ. ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സലൈൻ ആൽക്കലൈൻ സോയിൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സലൈൻ ആൽക്കലൈൻ സോയിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് അറിഡ് ആൻഡ് സെമി അറിഡ് പ്ലെയിനുകൾ. അതായത് ഹൈ ടെമ്പറേച്ചറും ലോ റെയിൻഫാളും ഉള്ള, അല്ലെങ്കിൽ 75 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫാളിൽ താഴെയുള്ള സ്ഥലങ്ങൾ. അതായത് നമ്മുടെ തോൺ ഫോറസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ സെമി അറിഡ് റീജിയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഭയങ്കര അറിഡ് ആയതുകൊണ്ട് തന്നെ ഇവാപ്പറേഷനിലൂടെ മണ്ണിനടിയിലുള്ള സാൾട്ടുകൾ കാപ്പിലറി ആക്ഷനിലൂടെ മുകളിലേക്ക് വന്ന് സർഫസിലേക്ക് വന്ന് കിടക്കും. അങ്ങനെ സോയിൽ എന്ത് ചെയ്യും? സാൾട്ടിയായി മാറും. സാൾട്ട് ആൽക്കലൈനായി മാറും. ദെൻ പൂവർലി ഡ്രെയിൻഡ് ഏരിയാസ് നോക്കുവാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ വെള്ളത്തിലുള്ള സാൾട്ട് കണ്ടൻറ്റ് എന്ത് പറ്റും? വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുമ്പം ആ നേരെ മണ്ണിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കും. മോസ്റ്റ്ലി സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യത്തിൻ്റെയൊക്കെ സാൾട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി കനാൽ ഇറിഗേറ്റഡ് റീജിയൻ എടുക്കുവാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന പോലുള്ള ഭയങ്കരമായിട്ട് ഇറിഗേറ്റ് ചെയ്യുന്ന റീജിയൻസ്, ഭയങ്കരമായിട്ട് കൃഷി നടക്കുന്ന ഭയങ്കരമായിട്ട് ഇറിഗേറ്റ് ചെയ്യുന്ന റീജിയൻസിലാണെങ്കിൽ ഇതുപോലെ തന്നെ വാട്ടർ ലോഗ് ചെയ്യാൻ തുടങ്ങും. അതായത് വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇവിടുത്തെ എന്ത് പറ്റും? വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുമ്പോൾ എഗെയിൻ സാൾട്ട് കണ്ടൻറ്റ് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഫെർട്ടൈൽ ലാൻഡ് എന്താവും? സലൈൻ ലാൻഡായി മാറും. ഈ സലൈൻ ലാൻഡിനെ ആ ഒരു ഏരിയയിലൊക്കെ ഉസർ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു പഞ്ചാബ്, ഹരിയാന റീജിയനിലൊക്കെ ഉസർ എന്ന് വിളിക്കുന്നു. പിന്നെ കോസ്റ്റൽ ബെൽറ്റിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ പറയണ്ടല്ലോ. കോസ്റ്റൽ റീജിയൻസിൽ സാൾട്ടി വാട്ടറാണ്, നമ്മുടെ കടൽ വെള്ളമാണ്. അതിങ്ങനെ പീരിയോഡിക്കലി ഇൻട്രൂഡ് ചെയ്ത് എന്ത് പറ്റും? അവിടുത്തെ മണ്ണ് മൊത്തം ഉപ്പ് രസമുള്ള മണ്ണായി പോകും. ഓക്കെ, സോ ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഡെക്കാൻ പ്ലാറ്റ്യൂ ആണോ? ഡ്രോട്ട് പ്രൗൺ ഏരിയാസ്, ഡെൽറ്റാസ് ഓഫ് ഗംഗ ആൻഡ് ഗോദാവരി, വെസ്റ്റേൺ ഹിമാലയാസ്. സോ ഇത് അറിഡ് ആയിട്ടുള്ള റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇത് ഡ്രോട്ട് പ്രോൺ ഏരിയകളായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഡ്രോട്ട് പ്രോൺ ഏരിയ ആണ്. നമുക്ക് ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അതായത് അലൂവിയൽ സോയിലാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോയിലാണ്. അലൂവിയൽ സോയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ. 43% ഇന്ത്യയിലെ അലൂവിയൽ സോയിലാണ്. അതുപോലെ അലൂവിയൽ സോയിൽ ഭയങ്കര ഫെർട്ടൈലാണ്. റിച്ച് ഇൻ പൊട്ടാഷ്യം, പൂവർ ഇൻ ഫോസ്ഫറസ്. ചോദിച്ച് കണ്ടിട്ടുണ്ട്. റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് പൂവർ ഇൻ ഫോസ്ഫറസ് ആണ്. കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസ്, കോസ്റ്റൽ ഡെൽറ്റാസ് ഒക്കെയാണ്. റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, കോട്ടനൊക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ മറ്റേ ഗംഗാ ബേസിൻ ഗംഗാ റിവറിൻ്റെ കാര്യം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രാനറി ആണെന്ന് പറഞ്ഞു. ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഗംഗാ നദിയാണ്. സോ അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ഉള്ള സോയിൽ ഏതാണ്? അലൂവിയൽ സോയിലാണ്. റെഡ് സോയിൽ എന്ന് പറയുന്നത് 18% ഉണ്ട് ഇന്ത്യയിൽ. റെഡ് കളറാണ്. റെഡ് കളറിൻ്റെ കാരണം അയണിൻ്റെ ഡിഫ്യൂഷൻ കാരണമാണ്. ഇത് പോറസുമാണ്, ഫ്രയബിളുമാണ്. ഇനി ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാടിൻ്റെ ഒരു റീജിയനൊക്കെ എടുത്ത് നോക്കിയാൽ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് ഗൂഗിൾ മാപ്പിൽ കൂടെ തന്നെ കാണാം. നല്ല ചുമന്ന മണ്ണാണ് അവിടുത്തെ. പിന്നെ കർണാടക, സൗത്ത് ഒഡീഷയിലൊക്കെ റെഡ് സോയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന വിളകളാണ് പൾസസ്, മില്ലറ്റ്സ്, ടൊബാക്കോ, ഓയിൽ സീഡ്സ്. ഇനി ബ്ലാക്ക് സോയിലാണെങ്കിൽ 15% ഉള്ളത്. ഇതിന് ഭയങ്കരമായിട്ടുള്ള വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ട് ബ്ലാക്ക് സോയിലിന്. അതുപോലെ തന്നെ സെൽഫ് ഫ്ലോയിങ് നേച്ചർ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വെള്ളം റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട്
ഉണക്കുകാലാവുന്ന സമയത്ത് ഇത് ക്രാക്കായി പൊടിഞ്ഞ് സ്വന്തമായി തന്നെ ഉഴുതുമറിഞ്ഞ പോലെ കിടക്കും. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സോയിലിന് സെൽഫ് ഫ്ലോയിങ് നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ഡെക്കാൻ ട്രാപ്പ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് പോലുള്ള ഡെക്കാൻ റീജിയൻസ്. ഇവിടെ കൃഷി ചെയ്യുന്നൊരു വിളയാണ് കോട്ടൺ. ഈ ബ്ലാക്ക് സോയിലിൻ്റെ മറ്റൊരു പേരാണ് റിഗർ സോയിൽ. കോട്ടണും സിട്രസ് ഫ്രൂട്ടുകളൊക്കെയാണ് ബ്ലാക്ക് സോയിലിൽ കൃഷി ചെയ്യുന്നത്. ഇനി ലാറ്ററൈറ്റ് സോയിൽ എടുക്കുകയാണെങ്കിൽ 3.7% ഇന്ത്യയിൽ കാണപ്പെടുന്നത്. എക്കൽ മണ്ണെന്ന് പറയും. ഓക്കെ, നമ്മുടെ കേരളത്തിലേക്ക് മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇതുണ്ടാവുന്നത് ലീച്ചിങ്ങിലൂടെയാണ്. അതായത് മണ്ണിലൂടെ മിനറൽസ് അരിച്ച് ഇറങ്ങി താഴേക്ക് പോയിട്ടാണ് ഈ ഒരു ലാറ്ററൈറ്റ് സോയിൽ ഉണ്ടാകുന്നത്. ഇത് ഹൈലി ആസിഡിക് ആണ്, ലോ ഫെർട്ടൈലുമാണ്. കാണപ്പെടുന്നത് വെസ്റ്റേൺ ഗട്ട്സ്, നമ്മുടെ കേരള റീജിയൻ, പിന്നെ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ സമ്മിറ്റുകൾ, അതായത് പീക്കുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വിളകളാണ് കാഷ്യൂ, ടീ, കോഫി, റബ്ബർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ആറിഡ് ഡെസേർട്ട് സോയിൽ ആണെങ്കിൽ 4% ഇന്ത്യയിലുള്ളത്. ഹൈ സാൾട്ട് കണ്ടൻ്റ് ആണ്, അതുപോലെ സാൻഡി ടെക്സ്ചറാണ്, മോയ്സ്ചർ കണ്ടൻറ്റ് കുറവാണ്. വെസ്റ്റേൺ രാജസ്ഥാനിലും നോർത്തേൺ ഗുജറാത്തിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകളാണ് ബജ്റ, ഗുവാർ, ഫോഡർ ക്രോപ്പുകളൊക്കെ. ദെൻ സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽ ഭയങ്കരമായിട്ടുള്ള സാൾട്ട് കണ്ടന്റ് ഉള്ള സോയിലാണ്, ഇൻഫെർട്ടൈലാണ്. അത് കാണപ്പെടുന്നത് നമ്മുടെ റാൺ ഓഫ് കച്ച് അറിയാമല്ലോ, കംപ്ലീറ്റ്ലി ഉപ്പാട് മൊത്തത്തിൽ. റാൺ ഓഫ് കച്ച്, അതുപോലെ തന്നെ പഞ്ചാബ് എന്ന് പറയുക, പഞ്ചാബിലെ ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. റാൺ ഓഫ് കച്ച് നല്ല വെള്ള നിറത്തിലാണ് കിടക്കുന്നത്, അത് തന്നെ ഉപ്പാണ്. ഇനി ഇവിടെ വളരുന്നത് സാൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ഗ്രാസസ് ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്ഥലവും എന്താണ്, തരിശ് നിരമായിട്ടാണ് കിടക്കുന്നത്. ഇനി പീറ്റി ആൻഡ് മാർഷി സോയിൽ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹൈലി ഓർഗാനിക് മാറ്ററുള്ള ഹെവി ബ്ലാക്ക് കളറായിട്ടുള്ള സോയിലാണ് പീറ്റി ആൻഡ് മാർഷി സോയിൽ എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്ന വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസിലും നമ്മുടെ കോസ്റ്റൽ കേരളയിലും ഒഡീഷയിലൊക്കെയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന വിളയാണ് റൈസ് എന്ന് പറയുന്നത്. റൈസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിലെ പാടങ്ങളെടുത്ത് നോക്കിയാലും നമ്മൾ മാർഷി ആയിട്ടുള്ള സ്ഥലത്തല്ലേ, വെള്ളം കെട്ടിക്കിടന്നിട്ടല്ലേ നമ്മൾ റൈസ് വിള വിതയ്ക്കുന്നത്. സോ അതാണ് പീറ്റി മാർഷി. ഇനി ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈ ഹ്യൂമസ് കണ്ടന്റ് ആണ്, അസിഡിക് ഇൻ നേച്ചറാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മൗണ്ടൻ ഫോറസ്റ്റിലൊക്കെ പൈൻ മരങ്ങളുടെയൊക്കെ ഇലകൾ വന്ന് തറയിൽ വീണ് കിടന്നിട്ട് ഇത് ഹ്യൂമസ് ആവും. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ ഓഫ് ഇലകൾ വീഴും, വീണ്ടും അത് ഹ്യൂമസ് ആവും. ഇത് പെട്ടെന്ന് ദ്രവിച്ച് ഇല്ലാണ്ടായി പോകത്തില്ല. ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ മഞ്ഞ് വീഴുന്നതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിൽ മഞ്ഞൊക്കെ മേളിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഹൈലി ഹ്യൂമസ് ആയി മാറും, ഭയങ്കര ആഴത്തിൽ ഹ്യൂമസ് കാണും. റീജിയൻസ് നോക്കുകയാണെങ്കിൽ ഹിമാലയാസ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയൊക്കെയാണ്. പ്രധാനപ്പെട്ട വിളകളാണ് ടീ, കോഫി, സ്പൈസസ് ആൻഡ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ എന്ത് സോയിലാണെന്ന് നമുക്കറിയാം, ബ്ലാക്ക് സോയിലാണ്. അതുപോലെ തന്നെ ഡെൽറ്റ, ഗംഗ, ഗോദാവരിയിലെ ഡെൽറ്റയിലൊക്കെ പീറ്റി മാർഷി സോയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അലുവിയൽ സോയിലും ഉണ്ടാവും. പിന്നെ ഹിമാലയസിലൊക്കെ നമ്മുടെ ഹ്യൂമസ് കണ്ടന്റ് ഉള്ള പീറ്റി മാർഷി സോയിലുകൾ, മൗണ്ടൻ, ഹിമാലയസ് മെയിനായിട്ട് മൗണ്ടൻ സോയിലായിരിക്കും ഉണ്ടാവും. പിന്നെ ഫുഡ് ഹിൽസുകളിൽ പീറ്റി മാർഷി സോയിലൊക്കെ ഉണ്ടാവും. സോ സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിലുള്ളത് ഡ്രോട്ട് പ്രോൺ ഏരിയാസിൽ തന്നെയാണ്. ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് അവാർഡഡ് വിത്ത് ദ MS സ്വാമിനാഥൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവാർഡ് 2027? കറണ്ട് അഫയേഴ്സിലെ ചോദ്യമാണ്. 2024 MS സ്വാമിനാഥൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ്. ആൻസർ ആനന്ദ് ദർശൻ ശങ്കറാണ്. ഓക്കെ, ആനന്ദ് ദർശൻ ശങ്കറിനാണ് MS സ്വാമിനാഥൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവാർഡ് കിട്ടുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ 2024 30ാമത്തെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവാർഡാണ് കൊടുത്തത് MS സ്വാമിനാഥൻ. അത് ലഭിച്ചത് ആനന്ദ് ദർശൻ ശങ്കറാണ്. കിട്ടിയ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ വൈൽഡ് മെഡിസിനൽ പ്ലാന്റ് കൺസർവേഷനാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 31ാമത്തെ MS സ്വാമിനാഥൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ലഭിച്ചത് സഹജ സമൃദ്ധിനും വീരപ്പനുമാണ്. ഓക്കെ, സഹജ സമൃദ്ധ കോൺട്രിബ്യൂട്ട് ചെയ്തത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലാണ്. വീരപ്പൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് മഡ് ക്രാബ് പ്രൊപ്പഗേഷനിലുമാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിൽ കണ്ടതാണ് MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് 2025 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്തത് MS സ്വാമിനാഥൻ സെൻറ്റനറി ഇൻ്റർനാഷണൽ കോൺഫറൻസിലാണ്. ഓഗസ്റ്റ് 2025 നടന്നത്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അത് ആരൊക്കെ കൂടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും ദ വേൾഡ് അക്കാഡമി ഓഫ് സയൻസസും കൂടെ ചേർന്നിട്ടുണ്ട്. MSSRFും TWSും കൂടെ ചേർന്നാണ് ലോഞ്ച് നടത്തിയത്. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പിംഗ് നേഷൻസിൽ ഫുഡ് സെക്യൂരിറ്റിക്കും ക്ലൈമറ്റ് ജസ്റ്റിസിനും ഒക്കെ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ഈ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് കൊണ്ടുവന്നിരിക്കുന്നത്. നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത്
എവർഗ്രീൻ റെവല്യൂഷൻ ദ പാത്ത് വേ ടു ബയോ ഹാപ്പിനെസ്. ഓക്കെ, തീം നോക്കി വെച്ചേക്കുക. എവർഗ്രീൻ റെവല്യൂഷൻ ദ പാത്ത് വേ ടു ബയോ ഹാപ്പിനെസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഡിഡ് ദ കോർട്ട് റെസ്ട്രിക്ട് ദ പാർലമെന്റ് ഫ്രം കർട്ടെയിലിംഗ് എനി ഫണ്ടമെന്റൽ റൈറ്റ്? പൊളിറ്റി എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് പാർലമെന്റിന് കർട്ടെയിൽ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ കോർട്ട് കൊണ്ടുവന്നത് ഇതിൽ ഏത് കേസിലൂടെയാണെന്നാണ് ചോദ്യം. ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നാരായൺ, AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഇതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബാണ്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1950 ഒരു കേസായിരുന്നു പ്രധാനപ്പെട്ട. അതിലെന്താണ് കോർട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ആർട്ടിക്കിൾ 22 ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന റൈറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം, ലോയറിനെ കാണാൻ പറ്റണം, പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ആർട്ടിക്കിൾ 21 നമ്മുടെ റൈറ്റ് ടു ലൈഫ് പറയുന്നുണ്ട്, പേഴ്സണൽ ലിബർട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കലിൽ നമ്മൾക്ക് വെക്കണമെങ്കിൽ അദ്ദേഹത്തെ നേരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ലിറ്ററലി അങ്ങ് ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ഡ്യൂ പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂ പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ലീഗലി നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയണം, എന്നിട്ടേ നമ്മൾ ഡിറ്റൻഷനിൽ വെക്കാവുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ കോർട്ട് പറഞ്ഞത് എന്താണ്, ഈ രീതിയിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വെക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ലിറ്ററലി ആ ഒരു ലോ അങ്ങ് ഫോളോ ചെയ്യാം, അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് AK ഗോപാലൻ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ടമെന്റൽ റൈറ്റിൽ ഭേദഗതി വരുത്താൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു ആ കോർട്ടിൻ്റെ ഒരു ഡിസിഷൻ പറഞ്ഞത്. ഓക്കെ, ഇതിലെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റിനെ ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സിലോ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇതിലെ ഒരു ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ എടുക്കുകയാണെങ്കിൽ. ഇനി ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് 1967 എടുക്കുകയാണെങ്കിൽ അതിൽ കോർട്ട് പറഞ്ഞത് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാനുള്ള ഒരു പവറും ഇല്ല എന്നാണ്. ഓക്കെ, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാനുള്ള ഒരു പവറും ഇല്ല. അതെന്ന് പറയുന്നത്, അങ്ങനെ അമെൻമെന്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട് എന്താണ്, ലോസ് ഇൻകൺസിസ്റ്റന്റ് ഓർ ഇൻ ഡെറോഗേഷൻ വിത്ത് ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കുന്ന ഒരു ലോയും എന്ത് ചെയ്യില്ല, നിലനിന്ന് പോകില്ല എന്ന്. അപ്പം ഇതുപോലുള്ള എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റിനെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനുവദിക്കത്തില്ല. അതുപോലെ പാർട്ട് 3 എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ അബ്രിഡ്ജ് ചെയ്യാൻ പാടില്ല, അതായത് കട്ടയിൽ വെട്ടിച്ചെടുക്കാനും പാടില്ല എന്നാണ് ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ പറഞ്ഞത്. ഇനി കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എടുക്കുകയാണെങ്കിൽ 1973 കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാം. പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിലാവരുത്. ബേസിക് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ പറയുന്നത് സെക്കുലാരിസം, ഡെമോക്രസി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അൺഅൾട്ടറബിൾ ആണ്, അത് അൾട്ടർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേൻ കേസ് എടുക്കുകയാണെങ്കിൽ 1975 ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേൻ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ കോർട്ട് നമ്മുടെ 39th അമെൻമെൻറ്റിലെ ക്ലോസ് 4 എന്ത് ചെയ്തു, എടുത്ത് കളഞ്ഞു. അതിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയുടെ എലക്ഷൻ ജുഡീഷ്യൽ റിവ്യൂവിനും ബിയോണ്ടാണ്, അതായത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പാടില്ല പ്രധാനമന്ത്രിയുടെ എലക്ഷൻ എന്നാണ്. പക്ഷേ അതെടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ ആർ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് കോർട്ട് ഡിസൈഡ് ചെയ്തു. അതായത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനും അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ജുഡീഷ്യൽ റിവ്യൂവും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്, ബേസിക് സ്ട്രക്ചറിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ബേസിക് സ്ട്രക്ചർ എന്തായാലും അൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് കോർട്ട് അങ്ങനെ ഒരു വിധി വിധിച്ചത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മുടെ റെസ്ട്രിക്ട് ദ പാർലമെന്റ് ഫ്രം കർട്ടെയിലിംഗ് എനി ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് തന്നെയാണ്. നോ പവർ ടു അമെൻഡ്. കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻ, ബേസിക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് രണ്ടും കൂടെ കൺഫ്യൂസ് ആവല്. കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്യുന്ന ഗോൽഖനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ തന്നെയാണ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. ഓക്കെ,
നെക്സ്റ്റ് വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.